ഹലോ, ഹായ്. വൈസ്രോയ് ഗവർണർ ജനറൽ മാരത്തോൺ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, പണ്ട് പഠിക്കുമ്പോൾ ഓരോന്ന് പഠിച്ച് പുത്തനാളെ പഠിക്കുമ്പോൾ മറന്നു പോകുമായിരുന്നു. അത് വേറെ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൂപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇത് ഫുള്ള് ബൈ ഹാർട്ട് ആയിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ഗ്യാരണ്ടിയാണിത്. എപ്പോഴുള്ളവർക്കാണെങ്കിൽ അറിയാമല്ലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഗവർണർ ജനറൽ വൈസ്രോയ് എന്നുള്ള PYQ വെച്ച് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന മാരത്തോൺ സെഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി അധികം സമയം കളയാതെ. അപ്പം ഇതിന്റെ ക്യൂസ് 10:30 എന്നും ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കും. ഫാൽക്കൺ PSC എന്നാണ് പേര്. അത് ടെലഗ്രാം ചാനലിൽ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമന്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങാം. അപ്പം 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ തുടങ്ങുന്നത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂവിന് വേണ്ടി വാറാണ്, യുദ്ധമാണ്, അടിയാണെന്ന് അങ്ങോട്ട് ഓർത്തു വെച്ചോണം കേട്ടോ. റവന്യൂവിന് വേണ്ടി അടിയാണെന്ന് ഓർത്തു വെച്ചോണം. റവന്യൂ ബോർഡ്, റവന്യൂ വാറൻ ഹേസ്റ്റിംഗ് ആണ്. റവന്യൂ വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ് എന്തുമായി ബന്ധപ്പെട്ടതാ? റെഗുലേറ്റിംഗ് ആക്ട് 1773 ബന്ധപ്പെട്ടത്. ആദ്യമേ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. കൽക്കട്ട സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിംഗ്. റവന്യൂവിന് വേണ്ടി വാറാണ്, വാറൻ ഹേസ്റ്റിംഗ് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി ബംഗാളിൽ ദ്വിഭരണമല്ലേ, അതായത് ഒരു സ്ഥലത്ത് രണ്ടുപേരുടെ ഭരണം വരുന്നുണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, ദ്വിഭരണമാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് രണ്ടുപേരുടെ ഭരണം ഉണ്ടെങ്കിൽ അവിടുത്തെ റവന്യൂവിന് വേണ്ടി എന്തായാലും വാർ ആയിരിക്കത്തില്ലേ? ഒരു സ്ഥലം നോക്കുന്നത് രണ്ടുപേര്, അവിടുത്തെ റവന്യൂ വരുമ്പോൾ വാർ ആയിരിക്കും. ദ്വിഭരണം, റവന്യൂ, കൽക്കട്ട സുപ്രീം കോടതി, വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, അപ്പം ദ്വിഭരണം ഡയർക്കി, റവന്യൂ, ഓക്കെ, റവന്യൂ ബോർഡ്, പിന്നെ കൽക്കട്ട സുപ്രീം കോടതി, റെഗുലേറ്റിംഗ് ആക്ടും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് നോക്കാം. അടുത്ത ഇവരെയൊക്കെ വരുമ്പോ പറഞ്ഞുതരാം, എല്ലാവരെയും സെറ്റാക്കി തരാം. കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായത് റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരമാണ്. ആണല്ലോ. ഓക്കെ, അപ്പം കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ഗവർണർ ജനറൽ, പിന്നെ റവന്യൂ ബോർഡ് അല്ലെ, റവന്യൂ ബോർഡ് രൂപീകരിച്ച റവന്യൂവിന് വേണ്ടി വാറാണ്. അതേപോലെ ദ്വിഭരണം അല്ലെ, ഇതൊക്കെ ആരുടെ സമയത്തായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇത്രയും സംഭവങ്ങൾ സെറ്റ് അല്ലേ? വാറൻ ഹേസ്റ്റിംഗ്. ഇനി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ആര് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ ഓർത്തോണം, വില്യം ജോൺ ആണ്. ഓക്കെ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784, വില്യം ജോൺ. കമന്റ് ചെയ്യ്, പഠിക്കണം, ഇത് ചോദിച്ചിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലോട്ട് പോവാം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി? അപ്പം ഞാൻ ഇത്രയത്തിന് ക്ലൂ തരാം. ബനാറസ് ആകുമ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് 1773, റവന്യൂ ബോർഡ്, ഇതെന്തുവാ? റവന്യൂവിന് വേണ്ടി വാറാണ്. ഓക്കെ, പിന്നെ ദ്വിഭരണം അല്ലെ, ദ്വിഭരണമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് റവന്യൂ വരും, റവന്യൂവിന് വാറാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു, റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇത്രയും പറഞ്ഞ ആരാ? വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലെ. വാറൻ ഹേസ്റ്റിങ്ങിനെ പറ്റി ഇത്രയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോളൂല്ലോ. ആണല്ലോ അല്ലെ. ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ് എന്നറിയപ്പെടും അല്ലെ. സബ്സിഡറി അലയൻസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് നോക്കിയാലോ. സൈനിക സഹായ വ്യവസ്ഥ 1798 അല്ലെ, 1798. ആരാ ഇത്? വെല്ലസ്ലി. റിപ്പീറ്റഡ് ആണ്, സാധാ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി. റിച്ച് ആണെങ്കിൽ സൈന്യം ഉണ്ടാവും, സൈനിക സഹായം ഉണ്ടാവും. റിച്ച് ആണെങ്കിൽ റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ 1798 കേട്ടോ. ഓക്കെ, പിന്നെ കേഴ്സൺ പ്രഭു ആണ് നടപ്പിലാക്കിയത്. തെറ്റല്ലേ അല്ലെ. ഈ കൂട്ടത്തിലെ ബന്ധപ്പെടാത്തതാണ് നമുക്ക് വേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെടാത്തത്. ഈ കൂട്ടത്തിൽ രണ്ട് ബന്ധപ്പെടത്തില്ല. അപ്പൊ രണ്ട് മാത്രമായിട്ടുള്ളതുണ്ടോ എന്ന് നോക്കാം. പിന്നെ അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ശരിയല്ലേ? അപ്പൊ 3 അല്ല, കാരണം അത് ശരിയാണ്. അപ്പം 3 മാത്രം. കേഴ്സൺ പ്രഭു അല്ല നടപ്പിലാക്കിയത്. ആരാ? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. സൈനിക സഹായ വ്യവസ്ഥ 1798. ഇത്രയും കിട്ടിയോ? ഇനി സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാ? 1829 സതി നിർത്തലാക്കുന്നത്. ആരാ? വില്യം ബെന്റിക് പ്രഭു ആണ് അല്ലെ. വില്യം ബെന്റിക് പ്രഭുവാണ് സതി സമ്പ്രദായം നിർത്തലാക്കുന്നത്. ശിശുഹത്യ നിർത്തലാക്കുന്നത്, പെൺ ശിശുഹത്യ നിർത്തലാക്കുന്നത്, നരബലി, സതി, ഇതൊക്കെ നിർത്തലാക്കിയത് ആരാ? വില്യം ബെന്റിക് ആണ്. ഓക്കെ, വില്യം ബെന്റിക് ആണെന്ന് ഓർത്തു വെച്ചോണം. മറക്കുവോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ നിന്ന് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. ഡൽഹൌസിയുടെ എന്താ? മുംബൈ തൊട്ട് താനെ വരെയുള്ള റെയിൽവേ ലൈൻ ആണല്ലോ. ഏത് വർഷമായിരുന്നു?
അത് ഓർത്തു വെച്ചോളൂ. മുംബൈ തൊട്ട് താനെ വരെ ഉള്ളത് ആരുടെ സമയത്താ? ഡൽഹൌസി പ്രഭുവിന്റെ സമയത്താണ്. ഓക്കെ ആണോ? 1853 1853 മുംബൈ മുതൽ താനെ വരെയാണ്. ഓക്കെ. പിന്നെ അടുത്ത ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടും സതി സമ്പ്രദായം ശിശുഹത്യയും ഇത് രണ്ടും കൂടെ നിർത്തലാക്കിയത് ആരായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞിട്ട് വന്നല്ലേ ഉള്ളൂ. സതി സമ്പ്രദായവും പിന്നെ ശിശുഹത്യയും ഇതൊക്കെ നിർത്തലാക്കിയത് ഇക്കൂട്ടത്തിൽ ആരാ? അത് നമ്മുടെ വില്യം ബെന്റിക് ആണ് അല്ലെ? വില്യം ബെന്റിക് പ്രഭുവാണ് സതി, ശിശുഹത്യ, പിന്നെ നരബലി, പെൺ ശിശുഹത്യ ഇതൊക്കെ വില്യം ബെന്റിക്കുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അത് ഡൽഹൌസി അല്ല. ഡൽഹൌസിയുടെ മുംബൈ തൊട്ട് താനെ വരെ ഉള്ളതുണ്ട്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവെന്നും അറിയപ്പെടും. അപ്പോൾ 1ഉം 2ഉം കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. അപ്പം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാ സ്ഥാപിച്ചത്? വില്യം ജോൺ ആണത്. ഓക്കെ, വില്യം ജോൺ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ക്യാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് തെറ്റ് വേണം, ബന്ധപ്പെടാത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു. അത് ശരിയാണ് അല്ലെ? അപ്പൊ പെടാത്തതാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. അത് ശരി, 1859 പിൻവലിച്ചത്. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് ആരാ? റിപ്പൺ പ്രഭു അല്ലേ? അതിനെ തുടർന്നല്ലേ റിപ്പൺ പ്രഭു രാജിവെച്ചത്. ഓക്കെ, അപ്പം ബന്ധപ്പെടാത്തത് ദേ കിട്ടി ഒരെണ്ണം 3. 1857 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്ത് ക്യാനിങ് പ്രഭു ആയിരുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? 3 മാത്രം. ഓക്കെ അല്ലേ? 3 മാത്രമാണല്ലോ കിട്ടിയ ക്യാനിങ് പ്രഭുവിന്റെ. 1858 ഇദ്ദേഹമായിരുന്നു. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുമ്പോഴും ക്യാനിങ് പ്രഭു ആയിരുന്നു. പിന്നെ ദത്തവകാശ നിരോധനയും പിൻവലിച്ചതും ആരാ? ക്യാനിങ് പ്രഭു ആയിരുന്നു. ഇത്രയും കിട്ടിയോ? ഒരു പ്രാണി പറക്കുന്നുണ്ട്. ഓക്കെ, അത് ഇന്ന് നമ്മുടെ എന്താ പറയാ ആനിമേഷൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണേ. അടുത്തിലോട്ട് പോവാം. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോഴുള്ള വൈസ്രോയ് ആരാണ്? 1828 ഇന്ത്യയിൽ വരുമ്പോഴാരാ? 28 സൈമൺ കമ്മീഷൻ വന്ന നമ്മൾ എന്ത് പറയും? ആരാണെങ്കിലും വന്ന നമ്മൾ എന്ത് പറയും? വന്നിരിക്കെന്ന് പറയും. ഇർവിൻ പ്രഭു. ഇനി ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 ആ സമയത്തും ഇർവിൻ പ്രഭുവാണ്. പിന്നെ ദിവാലി അല്ലെ? ദിവാലി ഡിക്ലറേഷൻ സമയത്തും ഇർവിൻ പ്രഭു. അപ്പം സൈമൺ കമ്മീഷൻ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വന്നു ദിവാലിയുമായി ബന്ധപ്പെട്ട്. സൈമൺ കമ്മീഷൻ ദിവാലിയുമായി ബന്ധപ്പെട്ട് റൗണ്ട് ടേബിളിൽ വന്നു ഇർവിൻ പ്രഭു കേട്ടോ. വന്നിരുന്നു ഇർവിൻ പ്രഭു. ദീപാവലിക്ക് ആൾക്കാർ വന്നാൽ നമ്മൾ പറയും വന്നിരിക്കുക. റൗണ്ട് ടേബിളിൽ വന്ന ആൾക്കാർ ഇരുന്നാലും നമ്മൾ പറയും വന്നിരിക്കുക. സൈമൺ കമ്മീഷൻ വന്നാലും വന്നിരിക്കുന്നു തന്നെ പറയത്തുള്ളൂ. ഓക്കെ, ഇനി റിപ്പൺ പ്രഭുവിന്റെ എന്താ? ഇൽബർട്ട് ബില്ലാണ് അല്ലെ? ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു. ഓർത്തു വെച്ചോളൂ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? റിപ്പൺ പ്രഭു ആണ് അല്ലെ? ജനകീയനായിട്ടുള്ള വൈസ്രോയാണ് റിപ്പൺ പ്രഭു. ഓക്കെ, ശരി. ഇനി സൈനിക സഹായ വ്യവസ്ഥ റിവിഷൻ 1798 സൈനിക സഹായ വ്യവസ്ഥ. ഓക്കെ അല്ലേ? അപ്പം സൈനിക സഹായ വ്യവസ്ഥ 1798 ആരായിരുന്നു? വെല്ലസ്ലി. റിച്ച് ആണെങ്കിൽ സൈന്യത്തിന്റെ സഹായം ഉണ്ടാകും. റിച്ചാർഡ് വെല്ലസ്ലി അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ അല്ലെ? അക്ബർ എന്നറിയപ്പെടുന്നത് അല്ലെ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരാ? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ? റോബർട്ട് കുറച്ച് കഴിയുമ്പോൾ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യും, പൊട്ടിത്തെറിക്കും. ആത്മഹത്യ ചെയ്തതും ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ റിച്ചാർഡ് വെല്ലസ്ലി. ഇനി കോൺവാലിസ് പ്രഭു ആണെങ്കിൽ എന്തായിരുന്നു? ഓർമ്മയുണ്ട്? ജമീന്ദാരി സിസ്റ്റം. ഓക്കെ, ശാശ്വത ഭൂനികുതി 1793 പെർമനന്റ് സെറ്റിൽമെന്റ് അത് കോൺവാലിസ് പ്രഭുവുമായി ബന്ധപ്പെട്ട. ഡൽഹൌസി എന്തായിരുന്നു? മുംബൈ തൊട്ട് താനെ വരെ റെയിൽ ലൈന്, പിന്നെ ടെലിഗ്രാഫ്, നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയാണെന്ന് ഔദിനെ വിശേഷിപ്പിച്ചു. മോഡേൺ ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി ആണ്. ഇത്രയൊക്കെ അല്ലെ? റിപ്പൺ പ്രഭു കിടക്കുന്നുണ്ടോ? ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട് രാജിവെച്ചത് ആരാ? റിപ്പൺ പ്രഭു ആണ്. ഓക്കെ അല്ലേ? ജനകീയനായ വൈസ്രോയി റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ആദ്യത്തെ വൈസ്രോയും 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ നടക്കുമ്പോഴും പിന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഓക്കെ, ഇത്രയും ചോദിച്ചാൽ ആദ്യത്തെ വൈസ്രോയി 1858 ആരാ? ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ഈ സമയത്തെ വൈസ്രോയി ആരാ? നിങ്ങൾക്ക് സർവീസിൽ കയറാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ. സർവീസിൽ കയറോ? ഐ ക്യാൻ. ക്യാനിങ് പ്രഭു. സർവീസ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് ക്യാനിങ് പ്രഭു. സർവീസിൽ കയറും, എൻലിസ്റ്റഡ് ആവോ? യെസ് ഐ ക്യാൻ. ക്യാനിങ് പ്രഭു. ഓക്കെ, അപ്പം സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് ക്യാനിങ് പ്രഭു. ഓർത്ത് വെച്ചോളൂല്ലോ. റെഡി? ഓക്കെ. പിന്നെ ആരാ? ഇർവിൻ പ്രഭു 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ് അല്ലെ? പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു?
സൈമൺ കമ്മീഷൻ വന്നപ്പോഴാരായിരുന്നു? ഇർവിൻ പ്രഭു ആയിരുന്നു. സൈമൺ കമ്മീഷൻ വന്ന് റൗണ്ട് ടേബിളിലോട്ട് ഇരുന്നു. എന്തുമായി ബന്ധപ്പെട്ടാണ് വന്നത്? ദിവാലിയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴും വന്ന് ഇരിക്കാൻ പറഞ്ഞു എന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബംഗാൾ വിഭജനം നടന്നത് 1905. അപ്പൊ ഒത്തിരി പ്രാക്ക് കിട്ടി, ശാപം കിട്ടി, കേഴ്സ് കിട്ടി. ശാപം കേഴ്സൺ പ്രഭുവാണ് 1905. കോൺവാലിസ് പ്രഭുവിന്റെ എന്തായിരുന്നു? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ, ശാശ്വത ഭൂനികുതി, ജമീന്ദാരി സിസ്റ്റം 1793 കോൺവാലിസ് പ്രഭു അല്ലെ. ഡൽഹൌസി എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ വയൽ വീഴാൻ പോകുന്ന ചെറിയ ഔദിനെ വിശേഷിപ്പിച്ചു. മുംബൈ തൊട്ട് താനെ വരെ 1853 റെയിൽപാത ഡൽഹൌസി പ്രഭുവാണ്. പിന്നെ മോഡേൺ ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടും. ഓക്കെ, ഇത് ക്യാൻസൽഡ്. അടുത്തതിലോട്ട് പോവാം. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറിയത്. അങ്ങനെയാണ് വാറൻ ഹേസ്റ്റിംഗിന് അല്ലെ. റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോടതി സ്ഥാപിതമായി. പിന്നെ 1773. പിന്നെ എന്തൊക്കെയുണ്ട്? വാറൻ ഹേസ്റ്റിംഗിന്റെ വാറാണ് റവന്യൂവിന് വേണ്ടി റവന്യൂ ബോർഡ്. പിന്നെ ദ്വിഭരണം ഡയാർഗി അല്ലെ, ദ്വിഭരണം നിർത്തലാക്കി വാറൻ ഹേസ്റ്റിംഗ്. റവന്യൂ ബോർഡ് സ്ഥാപിച്ചു വാറൻ ഹേസ്റ്റിംഗ്. സുപ്രീം കോടതി സ്ഥാപിച്ചു. ഇനി റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു. ഇത്രയും സംഭവങ്ങൾ കിട്ടിയോ? ഓക്കെ ആണല്ലോ, ശരി. അടുത്തതിലോട്ട് പോവാം. ബംഗാളിലെ നീലം കർഷകരുടെ യാതനയെ പറ്റി പ്രതിപാദിക്കുന്നത് നീൽ ദർപ്പൺ. നമ്മുടെ കൈയൊക്കെ ചതഞ്ഞാൽ നീലിച്ചിരിക്കും. അപ്പൊ ആരെങ്കിലും കണ്ടാൽ എന്ത് ചോദിക്കും? ദീനമാണോ നീലിച്ചിരിക്കുന്നല്ലോ? ഇല്ലേ, ദീനമാണോ നീലിച്ചിരിക്കുന്നല്ലോ? നീലദർപ്പൺ, ദീനബന്ധു മിത്ര. ഓക്കെ, നീലദർപ്പൺ, ദീനബന്ധു മിത്ര. ഓക്കെ, നീലിച്ചിരിക്കുന്ന ദീനമാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി അല്ലെ. പിന്നെ ഗീതാഞ്ജലിയും ഘോരയൊക്കെ ഇദ്ദേഹത്തിന്റെ ആണ്. പ്രേംചന്ദ് 2024 ചോദിച്ചു, ഓർമ്മയുണ്ടോ? നമ്മൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണക്ട് ചെയ്തയാ. പ്രേമമാണെങ്കിൽ എല്ലാം ദാനം ചെയ്യും നമ്മൾ പറഞ്ഞു അല്ലെ. പ്രേമമാണ് എല്ലാം ദാനം ചെയ്യും നമ്മൾ പറഞ്ഞു. ഖൊദാൻ ആരുടെയാണെന്നാ PSC 2024. ഖൊദാൻ പ്രേംചന്ദ്, പ്രേമമാണ് ദാനം ചെയ്യും ഖൊദാൻ. ഓക്കെ, മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ആരാ? വില്യം ജോൺ ആണ്. ഓക്കെ, അപ്പൊ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വില്യം ജോണും. ചാൾസ് വിൽക്കിൻസ് ആണ് എന്തുമായി ബന്ധപ്പെട്ടതാ? ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടതാണ് ചാൾസ് വിൽക്കിൻസ്. മനുസ്മൃതി ആണെങ്കിൽ വില്യം ജോണും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് തരാവേ. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ റെഗുലേഷൻ 17 എന്തുമായി ബന്ധപ്പെട്ടത്? അത് മാത്രമല്ല 1829 സതി നിർത്തലാക്കിയത്. ആരായിരുന്നത്? വില്യം ബെന്റിംഗ് പ്രഭു ആയിരുന്നു നിർത്തലാക്കിയത്. ഓക്കെ അല്ലെ. അപ്പം ഈ സതി നിർത്തലാക്കിയത് റെഗുലേഷൻ 17 ഓക്കെ ആരുമായി ബന്ധപ്പെട്ടത്? ബെന്റിക് പ്രഭുവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ അല്ലെ, റെഡി. ഇനി അടുത്തത് ഏത് വയസ്സിലൂടെ കാലത്താണ് വഹാബി കുക്ക പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തത്? പ്രാണികളിൽ നിന്ന് ഒത്തിരി ഉണ്ടല്ലോ. ഇനി ഞാൻ കുളിച്ചില്ല എന്നൊന്നും കഥ ഇറക്കരുതേ. ഇത് ലൈറ്റ് കണ്ടിട്ട് വരുന്നതാണ്. സ്റ്റുഡിയോ ലൈറ്റ് മുന്നിൽ വെച്ചെന്നുള്ളതാണ് അതിന് ആകർഷിച്ച് വരുന്നത് കേട്ടോ. എനിക്കറിയാം, അതിലോട്ട് പോയി നിൽക്കും. അപ്പം ഈ ഏത് വയസ്സിലൂടെ കാലത്താണ് വഹാബി കുക്ക? ഞാനാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി പൊട്ടയാ, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ആയെങ്കിലോ. വഹ നമ്മൾ പറയും ഹിന്ദിയിൽ. അവിടെ വഹ കുക്കി ബിസ്ക്കറ്റ് ഉണ്ട് അല്ലെ, അതിങ്ങി തായോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വഹ കുക്കി ബിസ്ക്കറ്റ് ഉണ്ട്, ഇങ്ങി തായോ. വഹാബി കുക്ക, കുക്കി ഇങ്ങി തായോ മേയോ ആക്കി, തായോ മേയോ അല്ലെ. അപ്പൊ വഹ കുക്കി മേയോ, ഇത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ജയിൽ സന്ദർശനത്തില് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ഈ മേയോ പ്രഭു. ഓക്കെ, അപ്പൊ വഹാബി കുക്ക മേയോ. കേഴ്സൺ പ്രഭു 1905 ബംഗാൾ വിഭജനം. ഡൽഹൌസി എന്തുവായിരുന്നു? മുംബൈ തൊട്ട് താനെ വരെ റെയിൽ ലൈൻ 1853. അതേപോലെ ടെലിഗ്രാഫ്, മോഡേൺ ഇന്ത്യയുടെ പിതാവ്, ഇതെല്ലാം ഡൽഹൌസിയാണ്. ഹാർഡിഞ്ചെ പ്രഭു 1911 നമ്മുടെ ഈ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു അല്ലെ. ഓക്കെ ആണ്. ഇനി ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. നിങ്ങൾ സർവീസിൽ എൻലിസ്റ്റഡ് ആവുമോ? യെസ് ഐ ക്യാൻ. കാനിങ് പ്രഭു ആണ് അല്ലെ, കാനിങ് പ്രഭു ആണ്. അപ്പം സർവീസിലാണെങ്കിൽ യെസ് ഐ ക്യാൻ ആണ് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവിന്റെ വേറെ എന്താ? ഫസ്റ്റ് വൈസ്രോയ് എന്നറിയപ്പെടും. പിന്നെ 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ നടക്കുമ്പോഴുള്ളത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ഓക്കെ അല്ലെ, ഇത്ര സെറ്റ്. ഇനി അടുത്തത് പൂന ഉടമ്പടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? പൂന പാക്ട് 1932 ആണ്. അംബേദ്കറും മഹാത്മാഗാന്ധിയും കൂടെ ഒപ്പിടുന്നത് അല്ലെ. അവർ തമ്മിലത്തെ കോണ്ടാക്ട് പ്രകാരം വരുന്നതാണ് ഇത്. ശരി, മീറ്റിംഗ് പ്രകാരം. അപ്പൊ ഈ പൂന ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? താഴ്ന്ന ജാതിക്കാരുടെ പ്രാതിനിധ്യമായിരുന്നു അല്ലെ. പക്ഷെ PSCയുടെ ഓപ്ഷൻ ഇല്ല. 1932 ഇല്ല, 31 ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുത്തോണം. 1931 ആൻസർ കീ ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്, അവിടെ 32 ഇല്ല. അപ്പൊ ഇത് മറക്കരുത്.
ദ്വിഭരണം ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ദ്വിഭരണമായതുകൊണ്ട് റവന്യൂവിന് വേണ്ടി വാർ ആയിരുന്നു, വാറൻ ഹേസ്റ്റിങ്സ് അല്ലെ. 1773 റെഗുലേറ്റിംഗ് ആക്ടും പിന്നെ കൽക്കട്ട സുപ്രീം കോടതിയും സ്ഥാപിച്ചു. ആരാ? ഇതെല്ലാം വാറൻ ഹേസ്റ്റിംഗ് ആണ്. റെഡിയാണേ? ഇനി ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 1857 കലാപ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? 1857 കലാപ സമയത്തും പിന്നെ 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ സമയത്തും പിന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, സർവീസിൽ കയറുവോ യെസ് ഐ ക്യാൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ക്യാനിങ് പ്രഭു ആണ്. ഡൽഹൌസി പ്രഭുവിന്റെ എന്തുവായിരുന്നു? 1853 മുംബൈ മുതൽ താനെ വരെ ട്രെയിൻ സർവീസ് പിന്നെ ടെലിഗ്രാഫ്, ഇതൊക്കെ ഡൽഹൌസി ആണ്. പിന്നെ ഔദിനെ നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്നും വിശേഷിപ്പിച്ചു. റിപ്പൺ ആണെങ്കിൽ 1905 ബംഗാൾ വിഭജനം. സോറി, കേഴ്സൺ ആണെങ്കിൽ 1911 ഹാർഡിഞ്ചെ അല്ലെ, ഹാർഡിഞ്ചെ രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ഇത്ര സെറ്റല്ലേ? കേഴ്സൺ പ്രഭു 1905 കേട്ടോ. റിപ്പൺ പ്രഭു എന്തുമായി ബന്ധപ്പെട്ടതാ? ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ടതാ. ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പൺ പ്രഭു. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തും ആരുടെ മാതൃകയില? റിപ്പൺ പ്രഭുവിന്റെ മാതൃകയില പിന്നീട് ഫോളോ അപ്പ് ചെയ്തത്. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചോണം. ഇനി ദീപാവലി വിളംബരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മൾ കണക്ട് ചെയ്ത് ദീപാവലി ആയപ്പം ആൾക്കാർ വന്നപ്പോൾ നമ്മൾ ഇരിക്കാൻ പറഞ്ഞു അല്ലെ. അതേപോലെ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. പിന്നെ അതേപോലെ സൈമൺ കമ്മീഷൻ വന്നപ്പം റൗണ്ട് ടേബിളിൽ വന്നു, ദീപാവലിയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഇർവിൻ പ്രഭു. ഓക്കെ ഉണ്ടല്ലോ, സെറ്റല്ലേ ഇത് ഇത്രയും. പിന്നെ ലിൻലിത്തുക ആരുമായി ബന്ധപ്പെട്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഓഗസ്റ്റ് ഓഫർ. ഓഫർ വേണോ? വേണ്ട, ജസ്റ്റ് ഗോ. അല്ലെങ്കിൽ ഓഫർ ആയതുകൊണ്ട് എല്ലാവരും പോകും, ഗോ ചെയ്യും എന്നൊക്കെ ഓർത്താലും മതി. ലിൻലിത്തുക, ഓഗസ്റ്റ് ഓഫർ. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തയിലോട്ട് പോണേ. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? അപ്പം ഗവർണർ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് അല്ലെ റോബർട്ട് ക്ലൈവ് ആണ്. ആ റോബർട്ട് ക്ലൈവ് ആണ് ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്തു. സെൽഫ് ഡിസ്ട്രക്ട് ചെയ്തു റോബർട്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സെൽഫ് ഡിസ്ട്രക്ട് ചെയ്തു. ഈ റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജുദ്ദൗളയുമായിട്ടുള്ള ആദ്യത്തെ യുദ്ധം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അടിത്തറ പാകിയ യുദ്ധമാണ് 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം ഇതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്ലാസി യുദ്ധം 1757 ഓക്കെ. റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും ആത്മഹത്യ ചെയ്തതും ആരാണ്? നമ്മുടെ ഈ റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ അല്ലെ? അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവും അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലിയുമാണ്, റിച്ചാർഡ് വെല്ലസ്ലിയുമാണ്. റെഡി? ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ റോബർട്ട് ക്ലൈവും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വാറൻ ഹേസ്റ്റിംഗും ആയിരുന്നു. ഓക്കെ ആണോ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. റെഡി? പിന്നെ ഇതിന്റെ അകത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ബാബർ എന്നറിയപ്പെടുന്ന ആരാ? റോബർട്ട് ക്ലൈവ് അല്ലെ, ബാബർ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാ? റിച്ചാർഡ് വെല്ലസ്ലി. അതേപോലെ ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ അല്ലെ? വാറൻ ഹേസ്റ്റിങ്സിന്റെ കണ്ടോ 1773 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിച്ചപ്പം വാറാണ് റവന്യൂവിന് വേണ്ടി. കാരണം അവിടെ എന്താ? ദ്വിഭരണമാണ് അല്ലെ, ദ്വിഭരണമാണ്. ഇത്രയും സംഭവങ്ങൾ ഓർത്തോണം. ഓക്കെ അല്ലേ? അത് കിട്ടിയില്ലേ? ഡൽഹൌസി എന്താ പറയുക, നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന ഔദിനെ വിശേഷിപ്പിച്ചു. പിന്നെ വില്യം ബെന്റിക് എന്തായിരുന്നു? സതി നിർത്തലാക്കി. 1829 സതി നിർത്തലാക്കി. ശിശുഹത്യ, പെൺ ശിശുഹത്യ, നരബലി, ഇത്രയും വില്യം ബെന്റിക് ആണ് നിർത്തലാക്കിയത്. മറക്കല്ലേ? അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ക്വിസിന് വേണ്ടിയുള്ള ഗ്രൂപ്പ്, അത് 10:30 ഡെയിലി ക്വിസ് നടക്കും. എന്നുകൊണ്ട് ആ ക്വിസ് ഗ്രൂപ്പില് ലൈവ് ക്വിസ് ലൈവായിട്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊരു സിസ്റ്റം ആക്കി എടുത്താൽ നിങ്ങൾക്ക് സ്റ്റഡി സർക്കിൾ കിട്ടും. ബാക്കിയുള്ളവരും നിങ്ങൾ പഠിക്കാത്ത ദിവസങ്ങളിൽ ക്വിസ് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ തോന്നൽ കിട്ടും, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കണം. അതാണ് സ്റ്റഡി സർക്കിൾ. നല്ലൊരു പോസിറ്റീവ് ഫീലിൽ നിങ്ങൾ ഫോം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതേപോലെ PDF നോട്ട്സും ഒക്കെ കിട്ടുന്നത് ഫാൽക്കൺ PC എന്നുള്ള ടെലിഗ്രാം ചാനലുമാണ്. 2 എണ്ണത്തിന്റെ ലിങ്ക് തരാം, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീലിംഗ്സ് എല്ലാം ഷെയർ ചെയ്തോ, കമന്റ് ഇട്ടോ, മൊത്തം ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വേറെന്താ, പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്തോ കേട്ടോ. പിന്നെ ഫുൾ ഇത് കണ്ടു തീർക്കണം. 50 days ചലഞ്ചിന്റെ ഭാഗമാണ് ഈ ക്ലാസ്. റെഡി? ഓക്കെ. അപ്പം ലാസ്റ്റ് ദിവസം നടന്നതിന്റെ ലീഡർ ബോർഡ് ആണിത്. ഓക്കെ, ലൈവ് ക്യൂസ് ആണിത്. ജോയിൻ ചെയ്യണം. ഇന്നുകൊണ്ട് 10:30 ടെലിഗ്രാമിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പൊ വെൽക്കം, ജോയിൻ ചെയ്യണം കേട്ടോ. ഞാനും പ്രോത്സാഹിപ്പിക്കാനുണ്ടാവുമേ. അടുത്തത് പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നമ്മളിപ്പോ പറഞ്ഞല്ലോ 1757. ആരുവാ? റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും നവാബ് ഓഫ് ബംഗാളുമായിട്ടാണ്. റോബർട്ട് ക്ലൈവ് ആണ് ആത്മഹത്യ ചെയ്ത ആദ്യത്തെ ഗവർണർ അല്ലെ.
പിന്നെ അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് ആണ്. പ്ലാസി യുദ്ധം 1757 റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ 1764 ബുക്സാർ യുദ്ധം. ബുക്സാർ യുദ്ധമുണ്ട് അല്ലെ. അതാണ് അടിത്തറ ഉറപ്പിച്ചത്. അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഉറപ്പിച്ചത് ബുക്സാർ യുദ്ധവുമാണ്. റെഡി. ഇനി റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. റെഗുലേറ്റിംഗ് ആക്ട് സുപ്രീം കോടതി, റവന്യൂ ബോർഡ്, അതിനൊക്കെ വേണ്ടി വാറാണ്. പിന്നെ ദ്വിഭരണം, ഡയാർക്കി, ഇതൊക്കെ ആരുടെ സമയത്തായിരുന്നു? വാറൻ ഹേസ്റ്റിങ്ങിന്റെ സമയത്താണ്. ഇത്രയും സെറ്റ് അല്ലേ? സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അടുത്തതിലോട്ട് പോവാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് അല്ലെ. അപ്പൊ ഓർത്തോണെ, ബംഗാളിലത്തെ ആയിരുന്നു ആര്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ഗവർണർ ജനറലായി മാറിയത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അല്ലെ. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്, ഓർത്തു വെച്ചോണം. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ക്വസ്റ്റ്യൻ കാണുന്നില്ല, തപ്പിയിട്ട് കണ്ടു. ഓക്കെ, അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഈ വാറൻ ഹേസ്റ്റിംഗ് ആയത്. പിന്നെ എന്തൊക്കെയുണ്ട് വാറൻ ഹേസ്റ്റിംഗിന്റെ? റവന്യൂ ബോർഡ്, റവന്യൂവിന് വേണ്ടി വാറാണ്. ദ്വിഭരണം, ഡയാർക്കി ഉണ്ട്. സുപ്രീം കോടതി സ്ഥാപിതമായി 1773. ഇത്ര ഓക്കെ അല്ലേ? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. മറക്കല്ലേ, ഇത് ചോദിക്കും. പിറ്റ്സ് ഇന്ത്യ ആക്ട് 2024 മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. ചാർട്ടർ ആക്ടുകൾ 5 എണ്ണം, മെയിൻ ആയിട്ടുള്ളത് 3 എണ്ണം. തുടങ്ങിയത് 1813. പിന്നെ 20 വർഷം ഗ്യാപ്പിൽ അടുത്തത് 1813 + 20 1813, 21, 33 അല്ലെ. 33. പിന്നെ അടുത്തത് 1853. ചാർട്ടർ ആക്ടുകൾ 3 എണ്ണമാണ്. ഓക്കെ അല്ലെ? 20 വർഷം ഗ്യാപ്പിലെത്തിയ മെയിൻ ആയിട്ടുള്ളതാണ് ഇത്. 13 തുടങ്ങും, 33, 53. ഇത്ര ഓക്കെ അല്ലേ? മറക്കല്ലേ. ഇനി അടുത്തത് 1773 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? അതേപോലെ റവന്യൂ ബോർഡ്, റവന്യൂവിന് വേണ്ടി വാർ ആയിരുന്നു. ദ്വിഭരണം, ഡയാർക്കി, ഇതൊക്കെ വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലെ. ശരി, വാറൻ ഹേസ്റ്റിംഗ് ആണ്. കോൺവാലിസ് പ്രഭുവിന്റെ എന്തായിരുന്നു? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ ജമീന്ദാരി സിസ്റ്റം, ശാശ്വത ഭൂനികുതി. കോൺവാലിസ് ഏത് വർഷമാണ്? 1793. 1793. ഇനി റിച്ചാർഡ് വെല്ലസ്ലി ആണെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ 1798. വില്യം ബെൻഡിക് ആണെങ്കിൽ സതി നിർത്തലാക്കി 1829. ശിശുഹത്യ അല്ലെ. പിന്നെ പെൺ ശിശുഹത്യ, നരബലി, ഇതെല്ലാം വില്യം ബെൻഡിക് നിർത്തലാക്കിയത്. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, അപ്പൊ അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഭഗവത്ഗീതയും പിന്നെ മനുസ്മൃതിയും ട്രാൻസ്ലേറ്റ് ചെയ്തവർ ആരൊക്കെ? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർ കമന്റ്സ് GK ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവും, മനസ്സിൽ ഡാർക്ക്നെസ് ഒന്നും വരത്തില്ല, സൂപ്പർ ആവും. ആരുടെയൊക്കെ വീഡിയോകൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം. ബാക്കിയുള്ളവർ കമന്റ്സ് ഇഷ്ടപ്പെട്ട അത് ലൈക്ക് ചെയ്യണം. ഓക്കെ, വൈസ്രോയ് ഗവർണർ ജനറൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന കമന്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത്. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഒരുമിച്ചുള്ള സഹകരണത്തോടുകൂടി നമുക്ക് സൂപ്പർ ആയിട്ട് പോകും. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കൂടുതൽ അധികാരം ലഭിച്ച നിയമം ഏതാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറിയത് അല്ലെ. അത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. സുപ്രീം കോടതി സ്ഥാപിതമായി. അവിടുത്തെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ? കൽക്കട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആദ്യത്തേത് ആരാ? എലീജ ഇംപേവ് ആണ്. ഓക്കെ അല്ലെ. ഇനി ചാർട്ടർ ആക്ട് ഉണ്ടോ? 1813, പിന്നെ 33, പിന്നെ 53. ഓർത്തു വെച്ചോളൂല്ലോ, മറക്കല്ലേ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു? 1793 അല്ലെ. 1793 ആയിരുന്നു. ഓക്കെ ആണോ? കിട്ടുന്നുണ്ടോ? 1700 കോൺവാലിസ് പ്രഭുവാണ് അല്ലെ. കോൺവാലിസ് പ്രഭുവാണ്. എന്നാൽ സബ്സിഡറി അലയൻസ് ആണെങ്കിൽ ഏത് വർഷമായിരുന്നു? അതായത് സൈനിക സഹായ വ്യവസ്ഥ 1798. റെഡി അല്ലേ? അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കോൺവാലിസിന്റേത് 93, അത് തന്നെ. തിരിഞ്ഞിട്ടില്ലേ? ഓക്കെ, അപ്പൊ മറക്കല്ലേ. പിന്നെ കേഴ്സൺ പ്രഭുവിന്റെ ആണ് ബംഗാൾ വിഭജനം 1905. ഇനി ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ICS, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാ? കോൺവാലിസ് പ്രഭുവാണ് അല്ലെ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാ? കോൺവാലിസ് പ്രഭുവാണ്. ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ട്, മെക്കാലെ. പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, മെക്കാലെ പ്രഭു. റിപ്പൺ പ്രഭു എന്തായിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്, റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ടത് റിപ്പൺ പ്രഭു ആണ്. ഡൽഹൌസി ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഡൽഹൌസി 1853 മുംബൈ മുതൽ താനെ വരെ റെയിൽ സർവീസ്, ടെലിഗ്രാഫ്, മോഡേൺ ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. പിന്നെ ഹൗസിലേക്ക് മെയിൽ അല്ലെ പോസ്റ്റ് വരാൻ വേണ്ടി പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഡൽഹൌസിയാണ്. പോസ്റ്റ് ഓഫീസ് ഡൽഹൌസി.
പിന്നെ റോബോട്ട് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്തു, സ്വന്തമായിട്ട് പൊട്ടിത്തെറിച്ച്. അപ്പൊ ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്ത ആരാ? റോബർട്ട് ക്ലൈവ് അല്ലെ. ഇനി ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു ആരാണ്? ആരാ? വെല്ലസ്ലി അല്ലെ. ഏത് വെല്ലസ്ലിയാ? ആർത്തർ അല്ലെ. ആർത്തർ വെല്ലസ്ലിയും ആണ് ആരുമായി ബന്ധപ്പെട്ടതാ? ടിപ്പുമായി ബന്ധപ്പെട്ടത് അല്ലെ. എനിക്കൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ആർത്തർ വെല്ലസ്ലി. എന്നാൽ സൈനിക സഹായ വ്യവസ്ഥ, സൈന്യത്തിന്റെ സഹായം കിട്ടും റിച്ച് ആണെങ്കിൽ അത് റിച്ചാർഡ് വെല്ലസ്ലി അല്ലെ. അതുപോലെ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടത് ആരാ? ആർത്തർ വെല്ലസ്ലി ആണ് അല്ലെ. ശരി. പിന്നെ ടിപ്പുവിന്റെ യുദ്ധത്തിൽ അത് കിട്ടി. കോൺവാലിസിന്റെ എന്തുവായിരുന്നു? ജമീന്ദാരി സിസ്റ്റം, പെർമനന്റ് സിസ്റ്റം അല്ലെ, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ്, പിന്നെ ശാശ്വത ഭൂനികുതി. ഇതൊക്കെ കോൺവാലിസ് ആണ്. 1793 ഓക്കെ അല്ലെ. റോബർട്ട് ക്ലൈവ് എന്തായിരുന്നു? ആദ്യമായിട്ട് സൂയിസൈഡ് ചെയ്ത് അല്ലെ, ഗവർണർ ജനറൽ ആണ്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. റെഡി അല്ലെ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി ആണ് അല്ലെ. റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഏത് വർഷം? 1798 ഓക്കെ ആണോ? 1798 റിച്ചാർഡ് വെല്ലസ്ലിയുമാണ്. റെഡി ആണല്ലോ. പിന്നെ അടുത്തൊരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഓർത്ത് നോട്ട് ചെയ്തോണം. നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ജമീന്ദാരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? കിഴക്ക് ഭാഗത്ത് അല്ലെ. ഇനി അതുമായി ബന്ധപ്പെട്ടത് ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ്. ഏത് വർഷമാണെന്നറിയാമോ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണേ. ജമീന്ദാരി സിസ്റ്റം 1783 ഓക്കെ. ബംഗാള, ബീഹാർ, ഒഡീഷ. അത് നമ്മുടെ കോൺവാലിസ് പ്രഭു. പിന്നെ നമ്മുടെ അല്ല, കോൺവാലിസ് പ്രഭു. പിന്നെ അടുത്തത് മഹൽവാരി സമ്പ്രദായം. ഓക്കെ, വില്യം ബെന്റിക് ആണ്. അപ്പൊ മഹൽവാരി സമ്പ്രദായം ഓർത്തോണം. 1833 പഞ്ചാബ്. ഓക്കെ, മഹൽവാരി. ഇനി അടുത്തത് റയറ്റ് വാരിയാണ്. തോമസ് മുൻറോ, മദ്രാസിൽ 1820. ഇത്ര എണ്ണം കമന്റ് ചെയ്തിടണേ, ഉറപ്പായിട്ടും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പിന്നെയും പറഞ്ഞത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാ? അക്ബർ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അക്ബർ നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. സൈനിക സഹായ വ്യവസ്ഥ 1798 റിച്ചാർഡ് വെല്ലസ്ലി. ആർത്തർ വെല്ലസ്ലി ആരുമായി ബന്ധപ്പെട്ട? ടിപ്പു സുൽത്താനുമായിട്ടും ബന്ധപ്പെട്ടതാ, പഴശ്ശിരാജയുമായിട്ടും ബന്ധപ്പെട്ടതാ. ഇത്ര ഓക്കെ അല്ലേ. ഡൽഹൌസിയുടെ എന്തായിരുന്നു? 1853 മുംബൈ മുതൽ താനെ വരെ ട്രെയിൻ സർവീസ്. കേഴ്സൺ പ്രഭുവിന്റെ എന്തൊക്കെയായിരുന്നു? 1905 ബംഗാൾ വിഭജനം. പിന്നെ കേരളം സന്ദർശിച്ച വൈസ്രോയും കേഴ്സൺ പ്രഭു ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് ഫാൽക്കൺ ഫ്രീ PSC ആണ്. 10-30 ക്വിസ് ഉണ്ട്. ഈ 50 ഡേയ്സ് ചലഞ്ച് എന്നുള്ള സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് തരാം, നിങ്ങൾ കണ്ടു തീർക്കണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ടോപ്പിക്സ്, മാരത്തോൺ ഒക്കെ ആയിട്ട് സെറ്റ് ആക്കി നിങ്ങൾ തരും. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു, എല്ലാം ലൈക്ക് ചെയ്തോ, പിന്നെ കമന്റ് ചെയ്തോ. നിങ്ങൾ ഓരോ മൊമെന്റിലൂടെ പോകുമ്പോഴും കമന്റ് ചെയ്തോ, ഡൗട്ട് ഉള്ളതും കമന്റ് ചെയ്ത് വെക്കോ. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടുന്നത്? 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ മുതലല്ലേ അല്ലെ. ഓക്കെ, ആദ്യത്തേത് ആരായിരുന്നു? കാനിങ് പ്രഭു. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് സർവീസിൽ കയറാവോ? യെസ് ഐ ക്യാൻ. ഇതൊക്കെ ഓർത്ത് വെച്ചോണം. കാനിങ് പ്രഭു ആണ്. ഇത്രയും റെഡി അല്ലേ? ആണല്ലോ. ഇനി അടുത്ത വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ക്യൂൻസ് പ്രൊക്ലമേഷൻ എപ്പോഴാ? 1857 ആക്ട് പ്രകാരം. ആ അതോടുകൂടിയാണ് വൈസ്രോയ് എന്നുള്ളൊരു പദവി വരുന്നത്. അങ്ങനെ ആദ്യം വൈസ്രോയ് ആയതാരാ? കാനിങ് പ്രഭു അല്ലെ. ഈ കാനിങ് പ്രഭുവിനെയാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് ആരുമായി ബന്ധപ്പെട്ട? കാനിങ് പ്രഭു ആണ്. ഓക്കെ ആണല്ലോ. ഇത്ര സെറ്റ് അല്ലേ. അടുത്തത് ഇന്ത്യയിലെ ബഡ്ജറ്റ് സമ്പ്രദായം. ഓക്കെ, ബഡ്ജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ബഡ്ജറ്റ് സമ്പ്രദായം ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ചേ. നിങ്ങൾ സർവീസിൽ കയറുവോ? യെസ് ഐ ക്യാൻ. സർവീസിൽ കയറി കഴിഞ്ഞാൽ ബഡ്ജറ്റ് നിങ്ങൾക്ക് സെറ്റായി വരത്തില്ലേ? ഓഫ് കോഴ്സ് ഐ വിൽ, അല്ലെങ്കിൽ ഐ ക്യാൻ ആണല്ലോ. അത് കാനിങ് പ്രഭു വെച്ച് ഓർത്താണ്. സർവീസിൽ കയറുന്നു, ബഡ്ജറ്റ് സെറ്റ് ആവുന്നു, ഐ ക്യാൻ അല്ലെ. സർവീസിൽ കയറാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ. ബഡ്ജറ്റ് ശരിയാക്കാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ. സർവീസ്, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, ബഡ്ജറ്റ് സമ്പ്രദായം, കാനിങ് പ്രഭു. മറക്കരുതേ. അപ്പം വേറെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. റവന്യൂ ബോർഡ്, റവന്യൂവിന് വേണ്ടിയുള്ള വാറാണ് വാറൻ ഹേസ്റ്റിംഗ് അല്ലെ. റവന്യൂ വാറൻ ഹേസ്റ്റിംഗ്. പിന്നെ ധിഭരണം നിർത്തലാക്കി ബംഗാളിൽ, വാറൻ ഹേസ്റ്റിംഗ്. ഓക്കെ, ആ പ്രാണി പിന്നെയും വന്നു. പിന്നെ അതേപോലെ ജനറൽ സർവീസ് ഇൻവെസ്റ്റ്മെന്റ് ആക്ട്, ബഡ്ജറ്റ്, ഇതൊക്കെ കാനിങ് പ്രഭു ആണ്. റവന്യൂ ആണെങ്കിൽ വാറൻ ഹേസ്റ്റിംഗ്. 1773 നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് ആണെങ്കിലും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇത്ര ഓക്കെ അല്ലേ? സൂപ്പർ ആയിട്ട് കിട്ടുന്നില്ല എല്ലാം. അപ്പം സർവീസിൽ കയറുന്നു, ബഡ്ജറ്റ് സെറ്റ് ആക്കുന്നു, എന്നിട്ട് ജോലി കയറി കഴിഞ്ഞിട്ട് കാണാൻ വരണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 21ാമത്തെ ചോദ്യം, തലയില്ല ചോദ്യത്തിന്, അപ്പൊ അത് വായിച്ചു വിടാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആരായിരുന്നു? ആദ്യത്തെ വൈസ്രോയും
അല്ലെ. 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ സമയത്തെ വൈസ്രോയും പിന്നെ അതേപോലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ആരായിരുന്നു? അതുപോലെ ബഡ്ജറ്റ് സമ്പ്രദായം, ബഡ്ജറ്റ് ശരിയാക്കാൻ പറ്റും, എസ് അയക്കാൻ, സർവീസിൽ കയറും, എസ് അയക്കാൻ. ക്യൂൻസ് പ്രൊക്ലമേഷൻ 1857 ആയിരുന്നു. ഫസ്റ്റ് വൈസ്രോയും കാനിങ് പ്രഭു. ഓക്കെ അല്ലേ. ഇനി വില്യം ബെന്റിക്കിന്റെ എന്തായിരുന്നു? വില്യം ബെന്റിക്ക് 1829 സതി നിർത്തലാക്കി, ശിശുഹത്യ, നരബലി, പെൺ ശിശുഹത്യ ഒക്കെ നിർത്തലാക്കിയത് വില്യം ബെന്റിക് ആണ്. ഇനി വെല്ലസ്ലിമാർ, രണ്ട് വെല്ലസ്ലികളുണ്ട്. ആർത്തർ വെല്ലസ്ലിയാണ് ടിപ്പു സുൽത്താനുമായിട്ടും യുദ്ധം ചെയ്ത് ജയിച്ചു, പഴശ്ശിരാജയുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചു. റിച്ചാർഡ് വെല്ലസ്ലി ആണെങ്കിൽ റിച്ച് ആയതുകൊണ്ട് സൈനിക സഹായം ഉണ്ടാകും. അത് 1798 ആണ്. ഓക്കെ അല്ലേ. ഓക്കെ. ഡൽഹൌസി ആണെങ്കിൽ മുംബൈ തൊട്ട് താനെ വരെ ട്രെയിൻ സർവീസ് 1853. ടെലിഗ്രാഫിന്റെ പിതാവ്, മോഡേൺ ഇന്ത്യയുടെ പിതാവ്. ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് ആര്? 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ സമയത്ത് ആര്? ജനറൽ സർവീസ് ഇൻവെസ്റ്റ്മെന്റ് ആക്ട് സമയത്ത് ആര്? ബഡ്ജറ്റും ഉണ്ടാകും, സർവീസിലും കയറും. പറ്റുമോ? യെസ് ഐ ക്യാൻ അല്ലെ. ലോർഡ് കാനിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് സൂപ്പർ ആയിട്ട് കിട്ടിയോ? എന്നാൽ റവന്യൂ, ധിഭരണം, റെഗുലേറ്റിംഗ് ആക്ട് 1773, സുപ്രീം കോടതി, അതാരാ? വാറൻ ഹേസ്റ്റിംഗും ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തതിൽ നോക്കാം. ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആരാണ്? ഇത് ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയി, സാരമില്ല, അത് കാനിങ് പ്രഭു. അതേപോലെ ജനറൽ സർവീസ് അല്ലെ, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്, ബഡ്ജറ്റും സെറ്റാം, സർവീസിൽ കയറുമ്പോ എസ് ഐ ക്യാൻ അല്ലെ. പിന്നെ ക്യൂൻസ് പ്രൊക്ലമേഷൻ നടന്നപ്പോ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നപ്പോ, ഇതൊക്കെ കാനിങ് പ്രഭു. പിന്നെ ഫസ്റ്റ് വൈസ്രോയ് കാനിങ് പ്രഭു ആണ്. ഡൽഹൌസി 1853, മുംബൈ മുതൽ താനെ വരെ ട്രെയിൻ സർവീസ്, ടെലിഗ്രാഫിന്റെ പിതാവ്, എക്സെട്ര എക്സെട്ര. റിപ്പൺ പ്രഭു ആണെങ്കിൽ ഇൽബർട്ട് ബില്ല് കാരണം രാജിവെച്ചു. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവും റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയ് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡൽഹൌസിയുടെ മെയിൻ ഒരെണ്ണം കൂടെ ഉണ്ട്, എന്താ അറിയോ? ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, 1848 കേട്ടോ. 1848 ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം, ഡൽഹൌസി. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആരാണ്? ആദ്യത്തെ വൈസ്രോയും 1857 യുദ്ധം നടക്കുമ്പോഴുള്ള വൈസ്രോയ്, ക്യൂൻസ് പ്രൊക്ലമേഷൻ 1858 വൈസ്രോയ്, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ്, സർവീസ് എസ് ഐ ക്യാൻ, ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്ന ആരാ? ബഡ്ജറ്റും ശരിയാവും, സർവീസിൽ കയറുമ്പോൾ കാനിങ് പ്രഭു. ഓക്കെ ആണല്ലോ. ഇത്ര നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കിട്ടിയല്ലോ. പിന്നെ ഇർവിൻ പ്രഭു ഇവിടെ കിടക്കുന്നു, ഒറ്റയ്ക്ക് കിടക്കും അല്ലേ. 1928 സൈമൺ കമ്മീഷൻ വന്നു, റൗണ്ട് ടേബിളിൽ അങ്ങോട്ട് ഇരുന്നു. ദിവാലിയുമായി ബന്ധപ്പെട്ടാണ് വന്നത് സൈമൺ കമ്മീഷൻ, ഇർവിൻ പ്രഭു. ഹാർഡിഞ്ച് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. റിപ്പൺ പ്രഭു ജനകീയനായ വൈസ്രോയ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ചു. അടുത്ത പേർഷ്യന് പകരം ഇംഗ്ലീഷ് അല്ലെ, പേർഷ്യന് പകരം ഇംഗ്ലീഷ് കൊണ്ടുവന്നു. പിന്നെ അതേപോലെ സതി നിർത്തലാക്കി, ഇംഗ്ലീഷ് കൊണ്ടുവന്നു, സതി നിർത്തലാക്കി. പേർഷ്യ, ഞങ്ങളിവിടെ ഹെൽപ്പിന് ഒരു ചേച്ചി വരും. ഓക്കെ. അപ്പം ആ ചേച്ചിയുടെ പേര് സതി എന്ന്. ചേച്ചി പോയത് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ ചേച്ചി എവിടെ ചേച്ചി പോന്നെ? അപ്പൊ പേർഷ്യയിലാണ് പോലെ എന്ന് പറഞ്ഞു. അപ്പൊ പേർഷ്യ സതി, സതി ചേച്ചി പേർഷ്യ പോയി. ഇങ്ങനെ ഞാൻ കണക്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ സതി പേർഷ്യ, ഇത് ഓർത്തോണം. സതി 1829. ഓക്കെ. 1829 സതി. ശിശുഹത്യ, പെൺ ശിശുഹത്യ, നരബലി, ഇതൊക്കെ ആരായിരുന്നു? വില്യം ബെന്റിക് ആണ് നിർത്തലാക്കിയത് അല്ലെ. വില്യം ബെന്റിക് ആണ്. അപ്പൊ പേർഷ്യന് പകരം ഇംഗ്ലീഷ്, വില്യം ബെന്റിക്. വില്യം ബെന്റിക്കിന്റെ സമയത്താണ് വുഡ്സ് ഡിസ്പാച്ചിന്റേത് അല്ലെ, ഓർത്ത് വെച്ചോണേ. സതി നിർത്തലാക്കി 1829 വില്യം ബെന്റിക്. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭരണഭാഷയാക്കി വില്യം ബെന്റിക്. ഡൽഹൌസിയുടെ ആണെങ്കിൽ 1853 മുംബൈ മുതൽ താനെ വരെ ട്രെയിൻ സർവീസ്. കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം 1905. റിപ്പൺ പ്രഭു ജനകീയനായ വൈസ്രോയ്, ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ചു. ഇത്ര ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്തെങ്കിലും മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൈം സ്ലോട്ട്, ടൈം അവിടെ അതേപോലെ കമന്റ് ചെയ്യുക. എന്നിട്ട് ഇന്നതാണ് കറക്ഷൻ എഴുതണം. ഇത്രയും ഫാസ്റ്റ് റിപ്പീറ്റ് ചെയ്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മാറിപ്പോയി കാണും. എന്റെ ശ്രദ്ധ വിട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് തിരുത്തി ഇടണം കേട്ടോ. എപ്പോഴും ഞാനത് വെൽക്കം ചെയ്യുന്നു. പിന്നെ അടുത്തതിലോട്ട് നമ്മൾ പോകുക. ഇന്ത്യയിൽ സതി, നരബലി, ശിശുഹത്യ, പെൺ ശിശുഹത്യ എന്നിവ നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക് ആണ്. അതേപോലെ പേർഷ്യന് പകരം, സതി ചേച്ചി പേർഷ്യയില പോയത് കേട്ടോ. അപ്പൊ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആരാ? വില്യം ബെന്റിക് ആണ്. ഓക്കെ അല്ലേ, സെറ്റ്. ഓക്കെ. ഡൽഹൌസി പ്രഭുവിന്റെ പേര് ഏതാ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം 1848. നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ ഔദിനെയും വിശേഷിപ്പിച്ച് ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. ഹൗസിൽ ചെറിയ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഹൗസിൽ പോസ്റ്റ്മാൻ വന്ന് പോസ്റ്റ് തന്നു. പോസ്റ്റ് ഓഫീസിന്റേതും ഡൽഹൌസി ആണ്. ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭാഷ പ്രചാരത്തിൽ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാ? ഇംഗ്ലീഷ് ഭാഷ. സതി നിരോധിച്ചു, പേർഷ്യന് പകരം ഇംഗ്ലീഷ് കൊണ്ടുവന്നു. ഇതൊക്കെ പറഞ്ഞ ആരാ? ലോർഡ് ബെന്റിക് ആണ് അല്ലെ. ലോർഡ് ബെന്റിക് ആണ്.
ഇനി ഹേസ്റ്റിങ്ങിന്റെ എന്തായിരുന്നു 1773 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിച്ചു. പിന്നെ വാറാണ് എന്തിനു വേണ്ടി? റവന്യൂ ബോർഡ് കൊണ്ടുവന്നു. പിന്നെ ധിഭരണം നിർത്തലാക്കിയതെല്ലാം വാറൻ ഹേസ്റ്റിങ്. ബഡ്ജറ്റും ജനറൽ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ പറയുവാണെങ്കിൽ കാനിങ് പ്രഭു, ആദ്യത്തെ വൈസ്രോയും കാനിങ് പ്രഭു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കി, പേർഷ്യ മാറ്റിയിട്ട് ഇംഗ്ലീഷ് ആക്കി, സതി നിർത്തലാക്കി 1829. ഇതൊക്കെ ആരാ? ബെൻഡിക് പ്രഭുവാണ് അല്ലെ. മേയോ പ്രഭു ആയിരുന്നു എന്തൊക്കെയായിരുന്നു? വഹാബി കുക്ക മൂവ്മെന്റ് സമയത്തെ, പിന്നെ അതേപോലെ ജയിലിൽ സന്ദർശനത്തിനിടെ മരണപ്പെട്ടു. ഇതൊക്കെ മേയോ പ്രഭുവാണ്. ഓക്കെ അല്ലെ. ചെംസ്ഫോർഡ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോ ഈ ഫ്രോഡ് ആയിരുന്നു വൈസ്രോയി അല്ലെ. റിപ്പൺ പ്രഭു ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടും റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയും ഈ റിപ്പൺ പ്രഭു ആണ്. ഓക്കെ അല്ലെ. അപ്പം അടുത്തത് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത് ഏത് വർഷം കിട്ടിയോ? സൂപ്പറായിട്ട് 1829. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കി ആര്? വില്യം ബെൻഡിക്. സതി നിർത്തലാക്കി, ശിശുഹത്യ നിർത്തലാക്കി, പിന്നെ പെൺ ശിശുഹത്യ, നരബലി, ഇതൊക്കെ ആരാ? വില്യം ബെൻഡിക് ആണെന്ന് മറക്കല്ല. ഇനി ഇന്ത്യയിൽ പോസ്റ്റൽ വകുപ്പ് സ്ഥാപിച്ചു. പോസ്റ്റ്മാൻ വരുന്നത് എങ്ങോട്ടാ? വീട്ട് അഡ്രസ് തേടിയാണ് അല്ലെ. ഹൗസ്, ഡെൽ ഹൗസി, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞേ ഉള്ളൂ ഡെൽ ഹൗസി. അതേപോലെ ഹൗസിൽ ചെറിയുണ്ട്, പോസ്റ്റ് വരുന്നതും ഹൗസിലാണ്. ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ? ഡെൽ ഹൗസി, സൂപ്പർ ആയിട്ട് പറ്റും. ഇനി വെല്ലസ്ലിമാരെ കണ്ടോ? ആർത്തർ വെല്ലസ്ലി ആണെങ്കിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തി, പിന്നെ പഴശ്ശിരാജയും പരാജയപ്പെടുത്തി. ഇനി സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് ആണെങ്കിൽ 1798 റിച്ചാർഡ് വെല്ലസ്ലിയും ആണ്. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ പോസ്റ്റ് വകുപ്പ് സ്ഥാപിച്ചു ഡെൽഹൌസി, പിന്നെ വായിൽ പതിക്കാൻ വന്ന് ചെറിയ ഔദിനെ വിശേഷിപ്പിച്ചു ഡെൽഹൌസി. ദത്തവകാശ നിരോധന നിയമം 1848 ഡെൽഹൌസി. ഒരു കമ്പൈൻ സ്റ്റഡി ഫീൽ വരുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്ത് ഒരാൾ പറഞ്ഞു പോന്നു. ഞാൻ ഇവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടെന്നാണ് ഒരു കമന്റിൽ കണ്ടത്. ഉള്ളതാണെങ്കിൽ അത് ഭയങ്കര ഹാപ്പി. അപ്പൊ ഏതാ എന്ത് എന്നൊക്കെ ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരുന്നുണ്ടല്ലേ? സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ഫീലിങ്സ് കൂടെ കമന്റ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യും. ഭയങ്കര ഫോർമലായിട്ടൊക്കെ പോകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട്, നിങ്ങൾ അവിടെ ഫോർമൽ ആയിരിക്കും. ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഒരു ബ്രദറിനോട്, ഒരു ഫ്രണ്ടിനോട്, ഒരു ഭയങ്കര ഫാമിലി മെമ്പറിനോട് പെരുമാറുന്ന പോലെ പെരുമാറാം കേട്ടോ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഡെൽഹൌസിയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി. ഡെൽഹൌസിയ. ഓക്കെ, ഇവിടെ ഓക്കെ, അത് ഡെൽഹൌസിയാണ്. അതേപോലെ വായിൽ പതിക്കാൻ വന്ന് ചെറിയ നൗദിനെ വിശേഷിപ്പിച്ച് ഡെൽഹൌസി. പിന്നെ പോസ്റ്റൽ വകുപ്പ്, പോസ്റ്റ് വരുന്നത് എവിടെയാ? ഹൗസിലാണ് അല്ലെ. റോബർട്ട് ക്ലൈവ് സൂയിസൈഡ് ചെയ്ത വ്യക്തിയാണ് ഈ റോബർട്ട് ക്ലൈവ്. ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധ സമയത്ത് ആരാ? റോബർട്ട് ക്ലൈവ്. 1757 സിറാജുദ്ദൌല നവാബ് ബംഗാൾ വേഴ്സസ് റോബർട്ട് ക്ലൈവ് ആയിരുന്നു അല്ലെ. വെല്ലസ്ലി ആണെങ്കിൽ റിച്ചാർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ 1798. ഇനി സ്പീഡ് കൂട്ടിയ കുഴപ്പമില്ല, നിങ്ങൾ ആ കേപ്പബിൾ ആയി കഴിഞ്ഞു, അതെനിക്ക് മനസ്സിലായി. അടുത്ത ഇന്ത്യൻ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു? അതാണ് ഇവിടുത്തെ ഡെൽഹൌസി. 1853 അല്ലെ. പിന്നെ ഡെൽഹൌസിയുടെ വേറെ എന്തൊക്കെയുണ്ട്? 53 ചെറി എന്ന ഔദിനെ വിശേഷിപ്പിച്ചു. പിന്നെ പോസ്റ്റലുണ്ട് ഡെൽഹൌസി. പിന്നെ ഡോക്ടർ ഓഫ് ലാബ്സ് ഉണ്ട് 1848. ഇതെല്ലാം ഡെൽഹൌസി. ഇനി 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ലൈക്ക് അടിക്കണം. പിന്നെ ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ ടെലിഗ്രാമിൽ 10:30 ക്യൂസിന് ഡെയിലി എത്തണം. ഇതിന്റെ ക്യൂസ് ഇന്നുണ്ട്. പിന്നെ റിപ്പണും കേഴ്സണും ഒക്കെ പറഞ്ഞല്ലേ, കേഴ്സൺ പ്രഭു ഈ കേരളം സന്ദർശിച്ച വ്യക്തി 1900 രണ്ടാം ഇഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പ് കൊണ്ട് ശപിച്ചുകൊണ്ട് കേഴ്സ് ചെയ്തുകൊണ്ട് കൊടുത്ത കേഴ്സൺ പ്രഭുവിനാണ്. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു. അപ്പൊ റിപ്പൺ പ്രഭു ഹണ്ടർ കമ്മീഷൻ. ഓക്കെ. റിബൺ കട്ട് ചെയ്ത് ഹണ്ടിങ് തുടങ്ങി. ഓക്കെ. ഹണ്ടിങ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റിബൺ കട്ട് ചെയ്ത് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയത്. അപ്പം ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിബൺ കട്ട് ചെയ്തിട്ട്. അപ്പം റിബൺ കട്ട് ചെയ്തിട്ട് ഹണ്ടിങ് തുടങ്ങി. അതേപോലെ റിപ്പൺ പ്രഭു എന്തൊക്കെയാ? ജനകീയനായ വൈസ്രോയി, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ചു. ഓക്കെ അല്ലെ. ഇനി ലിട്ടൺ പ്രഭു എന്തൊക്കെയുണ്ട്? ആംസ് ആക്ട് അല്ലെ, വെർണാക്കുലർ പ്രസ് ആക്ട്, ഇതെല്ലാം ആരാ? ഈ ലിട്ടൺ പ്രഭു ആണ്. ഓർത്തു വെച്ചോളൂല്ലോ. ഓക്കെ. അതിന്റെ വർഷം ഇപ്പൊ പറയാം, നോക്കിയിട്ടിടാവേ. മറന്നുപോയി, ബാക്കിയുള്ള റിവൈസ് ചെയ്തപ്പം അതങ്ങ് മറന്നുപോയി. അങ്ങനെ വരാതിരിക്കാനല്ലേ ഞാൻ റിവൈസ് ചെയ്യുന്നത്. 1878. അപ്പം ആംസ് ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട് 1878. 1878 ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും. 1878
1878. ഓക്കെ, ശരി. ഇനി അടുത്തത് വില്യം ബെന്റിക്കിന്റെ എന്തൊക്കെയായിരുന്നു? സതി നിർത്തലാക്കി, പിന്നെ പേർഷ്യ മാറ്റി ഇംഗ്ലീഷ് ഭാഷയാക്കി. ഇത്തരം കാര്യങ്ങൾ വില്യം ബെന്റിക്ക് സെറ്റ് അല്ലേ? മതി. അതിന് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് പറയുന്നത്, ഈ ആധുനിക ഇന്ത്യയുടെ പിതാവ് ആരാ? ഡെൽഹൌസിയ. ഹൗസി ചെറി അല്ലെ, നമ്മുടെ വായിൽ പതിക്കാൻ വന്ന ചെറിയ നൗദിനെ വിശേഷിപ്പിച്ചത് ആരാ? അത് ഡെൽഹൌസിയാണ്. പിന്നെ പോസ്റ്റൽ സർവീസ്, പോസ്റ്റിലാണെങ്കിൽ ആരായിരുന്നു? അത് ഡെൽഹൌസിയാണ്. ഹൗസിൽ പോസ്റ്റ്മാൻ വരുന്നു എന്നുള്ളത് ഓക്കെ അല്ലേ? കാനിങ് പ്രഭു ആണെങ്കിൽ എന്താ? ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. സർവീസിൽ കയറാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ. ബഡ്ജറ്റ് സെറ്റ് ആക്കുമോ? യെസ് ഐ ക്യാൻ. ഫസ്റ്റ് വൈസ് റോയ് കാനിങ് പ്രഭു. ഇത്രയൊക്കെ അല്ലേ? റിപ്പൺ പ്രഭു ആണെങ്കിൽ ഹണ്ടർ കമ്മീഷൻ, റിബൺ കട്ട് ചെയ്ത് ഹണ്ടിങ് തുടങ്ങി അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്, ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ചു. ഇതെല്ലാം ഇദ്ദേഹവുമാണ്. ഓക്കെ, ഇനി സതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാ? വില്യം ബെന്റിക് ആണ്, 1829. അതേപോലെ പേർഷ്യൻ ലാംഗ്വേജ് മാറ്റി ഇംഗ്ലീഷ് ആക്കിയത് ആരാ? വില്യം ബെന്റിക് ആണ്. ഓക്കെ, വാറൻ ഹേസ്റ്റിംഗ് 1773 കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായി. പിന്നെ വേറെ എന്തൊക്കെയാ? വാറൻ ഹേസ്റ്റിംഗിന്റെ കൽക്കട്ട സുപ്രീം കോടതി റവന്യൂവിന് വേണ്ടി വാറാണ്, ധിവരണം നിർത്തലാക്കിയതൊക്കെ വാറൻ ഹേസ്റ്റിംഗ്. ഡെൽഹൌസി ആണെങ്കിൽ 1853 റെയിൽവേ ലൈന്, 1848 ഡോക്ടർ ഓഫ് ലാബ്സ്, വായിൽ പതിക്കാൻ വന്ന ചെറിയ നൗദിനെ വിശേഷിപ്പിച്ചു. പിന്നെ പോസ്റ്റൽ സർവീസ് ഒക്കെ വന്നത് ഡെൽഹൌസി. വെല്ലസ്ലിയുടെ ആണെങ്കിൽ സബ്സിഡറി അലയൻസ് 1798 സൈനിക സഹായ വ്യവസ്ഥ. ഇനി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? നടപ്പിലാക്കിയത് ആരാ? ഡെൽഹൌസി പ്രഭു അല്ലേ? നടപ്പിലാക്കി ഡെൽഹൌസി പ്രഭു 1848 ഓക്കെ അല്ലേ? അത് നിർത്തലാക്കിയത് കാനിങ് പ്രഭുവാണ്. ഓക്കെ ആണല്ലോ? പിന്നെ ഡെൽഹൌസിയുടെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പോസ്റ്റല്, ഹൗസിൽ പോസ്റ്റ് വന്നു, ചെറി എന്ന് പറഞ്ഞു, ഇതൊക്കെ ഓർത്ത് വെച്ചോണേ. റിപ്പന്റെ ആണെങ്കിൽ ഹണ്ടർ കമ്മീഷൻ, ഹണ്ടർ റിബൺ മുറിച്ച് ഹണ്ടിങ് തുടങ്ങി. വെല്ലസ്ലി ആണെങ്കിൽ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ 1798. കേഴ്സൺ പ്രഭു കേരളം സന്ദർശിച്ചായിരുന്നു അല്ലെ? മെക്കാളെ പ്രഭു താഴെ പറഞ്ഞതിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? മെക്കാളെ എന്താ? പീനൽ കോഡുമായിട്ട്, ഇന്ത്യൻ പീനൽ കോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടതാണ് മെക്കാളെ പ്രഭു. മക്കളെ നിയമങ്ങൾ വൃത്തിക്ക് പഠിപ്പിക്കണം എന്ന് ഓർത്താൽ മതി. മക്കളെ നിയമങ്ങൾ വൃത്തിക്ക് പഠിപ്പിക്കണം. മെക്കാളെ പ്രഭു നിയമങ്ങളെ ക്രോഡീകരിക്കുന്നു. ഓക്കെ അല്ലേ? പത്രവാർത്താ നിയമം, വെർണാക്കുലർ പ്രസ് ആക്ട്, ആംസ് ആക്ട് ഒക്കെ ആരായിരുന്നു കൊണ്ടുവന്നത്? ലിറ്റൺ പ്രഭു ആയിരുന്നു. 1878 അല്ലെ? 1878 ലിറ്റൺ പ്രഭു. അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിന്റെ ശില്പി ആരാ? മെക്കാളെ പ്രഭു ആണ്. പീനൽ കോഡ് നിയമങ്ങളൊക്കെ പഠിപ്പിക്കണം മക്കളെ. നമ്മൾ പറഞ്ഞില്ലേ മേയോ പ്രഭു എന്തൊക്കെയായിരുന്നു? കുക്ക മൂവ്മെന്റ്, പിന്നെ വഹാബി മൂവ്മെന്റ്, ജയിൽ സന്ദർശനത്തിൽ മരണപ്പെട്ടു മേയോ പ്രഭു അല്ലെ? റിപ്പൺ പ്രഭു ആണെങ്കിൽ ഹണ്ടർ കമ്മീഷൻ ഉണ്ട്. പിന്നെ ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിവെച്ച് ജനകീയനായ വൈസ്രോയുമാണ്. ഇനി കോൺവാലിസ് ആണെങ്കിൽ എന്തായിരുന്നു? പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെ? ജമീന്ദാരി ശാശ്വത ഭൂനികുതി 1793 കോൺവാലിസ് പ്രഭുവാണ്. ഓക്കെ അല്ലെ? പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാ? കോൺവാലിസ് പ്രഭു. ഓൾ ഇന്ത്യ സർവീസിന്റെ ആണെങ്കിൽ പട്ടേലും അല്ലെ? ഇനി അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് ഏത് വൈസ്രോയുടെ കാലത്താ? പറ. ഇത്രയും തവണ നമ്മൾ പറഞ്ഞു റിപ്പൺ പ്രഭു. ഹണ്ടർ കമ്മീഷനും റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബില്ലിനെ തുടർന്ന് രാജിച്ചതും റിപ്പൺ പ്രഭുവാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗ്രൂപ്പ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ, ക്വിസുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി സർക്കിളുള്ള ആ ഒരു കേരളത്തിലെ എല്ലാവരും ഉള്ള ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യണം. അടുത്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണവുമായി താഴെ പറയുന്നവയിൽ ആരാണ് ബന്ധപ്പെട്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ആരാ? റിപ്പൺ പ്രഭു, ജനകീയനായ വൈസ്രോയ് അല്ലെ? ഹണ്ടർ കമ്മീഷൻ ആരുമായി ബന്ധപ്പെട്ടത്? റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മൾ പറഞ്ഞു ഇൽബർട്ട് ബില്ലുമായി ബന്ധപ്പെട്ട് രാജിവെച്ചു. കോൺവാലിസ് ആണെങ്കിൽ എന്തായിരുന്നു? ശാശ്വത ഭൂനികുതി, ഇന്ത്യൻ സിവിൽ സർവീസ്. ശാശ്വത ഭൂനികുതി ആണെങ്കിൽ 1793 അല്ലെ? പിന്നെ ഡെൽഹൌസി ആണെങ്കിൽ ചെറിയുമായി ബന്ധപ്പെട്ട് അല്ലെ? വീട്ടിൽ ചെറി ഉണ്ടെന്ന് ഓർത്താൽ മതി. പിന്നെ പോസ്റ്റ് വീട്ടിലാണ് വരുന്നതെന്ന് ഓർത്തോണം. പിന്നെ ട്രെയിൻ സർവീസ് 1853 മുംബൈ മുതൽ താനെ വരെ. വില്യം ബെന്റിക് ആണെങ്കിൽ എന്തായിരുന്നു? 1829 സതി നിർത്തലാക്കി, പേർഷ്യൻ ഭാഷയെ മാറ്റിയിട്ട് ഇംഗ്ലീഷ് കൊണ്ടുവന്നു. ശിശുഹത്യ, നരബലിയൊക്കെ നിർത്തലാക്കിയത് വില്യം ബെന്റിക് ആണ്. ഇനി ഇന്ത്യയിലത്തെ പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങൾ നീക്കിയ ഗവർണർ ജനറൽ ആരാ? വെർണാക്കുലർ പ്രസ് ആക്ട് 1878 അതാരായിരുന്നു? ലിറ്റൺ പ്രഭു ആയിരുന്നു അല്ലെ? ലിറ്റൺ പ്രഭു ആയിരുന്നു അത്. ഓക്കെ, അത് മാറ്റിയത് ആരായിരുന്നു? അത് മാറ്റിയത് ആരാ? ഇവരാരുമല്ല അല്ലെ? ഈ കൂട്ടത്തിൽ ആരുമല്ല. അത് മാറ്റിയത് ആരാ? കമന്റ് ചെയ്യണം കേട്ടോ.
പിന്നെ അടുത്തത് ബംഗാൾ വിഭജനം കേഴ്സൺ പ്രഭു 1905. ഓക്കെ. ആയുധ നിയമം ആംസ് ആക്ട് ആരായിരുന്നു? ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും കൊണ്ടുവന്നിട്ടുള്ളത് അത് ലിറ്റൺ പ്രഭു ആയിരുന്നു. 1878 ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും കൊണ്ടുവന്നിട്ടുള്ളത് ലിറ്റൺ പ്രഭുവാണ്. അല്ലെ? മറക്കത്തില്ലല്ലോ, മറക്കരുത്. ഇനി അടുത്തത് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? അതുകൊണ്ട് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് ഡഫ്രിൻ പ്രഭു പറഞ്ഞത്. ഐ എൻ സി പറഞ്ഞത് ഡഫ്രിൻ പ്രഭു എന്താണ്? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് അതേപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത് ആരാ? ഏതാ? വെല്ലസ്ലി ആണ്. ഏത് വെല്ലസ്ലിയാ? റിച്ചാർഡ് വെല്ലസ്ലി ആണെന്ന് മറക്കരുത്. ഓക്കെ അല്ലേ? ഈ റിച്ചാർഡ് വെല്ലസ്ലിയുടെ എന്തായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ സബ്സിഡറി അലയൻസ് എപ്പോഴാ? 1798. ഓക്കെ. പിന്നെ വാറൻ ഹേസ്റ്റിങ്ങിന്റെ എന്തൊക്കെയായിരുന്നു? വാറാണ് റവന്യൂവിന് വേണ്ടി, പിന്നെ ധിഭരണം നിർത്തലാക്കി, പിന്നെ കൽക്കട്ട സുപ്രീം കോടതിയും 1773 റെഗുലേറ്റിംഗ് ആക്ടും. കാനിങ് പ്രഭു എന്താ? ഫസ്റ്റ് വൈസ്രോയ്. സർവീസ് എൻലിസ്റ്റഡ് ആവോ? യെസ് ഐ ക്യാൻ. അല്ലെ? സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ബഡ്ജറ്റ് സെറ്റ് ആക്കോ? യെസ് ഐ ക്യാൻ. റിപ്പൺ പ്രഭു ഹണ്ടർ കമ്മീഷൻ. അല്ലെ? ജനകീയനായ വൈസ്രോയ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ്. ഇനി കേരളം സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയ് ആരാ? ഒന്നാം ഇഴവ മെമ്മോറിയൽ 1896 ശ്രീമൂലം തിരുനാളിന് കൊണ്ടുപോയി ഡോക്ടർ പൽപ്പ് കൊടുത്തു. രണ്ടാം ഇഴവ മെമ്മോറിയൽ 1900 പ്രാഗിൽ കൊണ്ട് കേഴ്സ് ചെയ്തുകൊണ്ട് ഇഴവ മെമ്മോറിയൽ കൊണ്ട് കൊടുത്തത് ആരാ? ഡോക്ടർ പൽപ്പ്. ആർക്കാ കൊടുത്തത്? കേഴ്സൺ പ്രഭുവിനാണ്. അല്ലെ? ഓക്കെ. ലിറ്റൺ പ്രഭു 1878 ആംസ് ആക്ടും വെർണാക്കുലർ പ്രസ് ആക്ടും. കേട്ടോ. എന്നാലും ഡോക്ടർ ഓഫ് ലാബ്സ് ആണെങ്കിൽ ദത്തോഗസ്റ്റ് നിരോധന നിയമമാണെങ്കിൽ ഡൽഹൌസി 1848 ആണ്. ഇനി അടുത്തത് ഏത് വൈസ്രോയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? ഡഫ്രിൻ പ്രഭുവിന്റെ ആണ്. അല്ലെ? മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് INC വിശേഷിപ്പിച്ച ഡഫ്രിൻ. റിപ്പീറ്റഡ് ചോദ്യം കേട്ടോ. ഓക്കെ, ശരി. അടുത്തത് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോഴും ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ വന്ന് ദീപാവലിയുമായി ബന്ധപ്പെട്ട് സൈമൺ കമ്മീഷൻ വന്നിരുന്നു. അല്ലെ? ഇർവിൻ പ്രഭുവാണ്. പിന്നെ അടുത്തത് വെല്ലിംഗ്ടൺ ആണെങ്കിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലും മൂന്നാം വട്ടമേശ സമ്മേളനത്തിലും വൈസ്രോയ് ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ലിൻലിത്തുഗോ ആണെങ്കിൽ ഓഗസ്റ്റ് ഓഫർ സമയത്തും ക്വിറ്റ് ഇന്ത്യ സമയത്തും ആരായിരുന്നു? ലിൻലിത്തുഗോ ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ ഗോ, ലിൻലിത്തുഗോ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി അടുത്തത് ഗാന്ധി ഇർവിൻ പാക്ട് എപ്പോഴായിരുന്നു? 1930. നമ്മൾ പറഞ്ഞു 32 വരും എന്നുള്ളത്. അല്ലെ? അപ്പൊ 31 വന്നാൽ ക്ലിക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബബിൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടു പോ, അതായത് ഗോ എന്ന അർത്ഥം. ലിൻലിത്തുഗോയാണ്. അല്ലെ? വില്യം ബെന്റിക്കിന്റെ ദത്താവകാശ നിരോധന നിയമം 1848. സതി നിർത്തലാക്കിയത് 1829. അല്ലെ? പിന്നെ ഡൽഹൌസിയുടെ എന്തൊക്കെയായിരുന്നു? 1853 റെയിൽവേ ലൈൻ ഉണ്ട്. ഹൗസിൽ പോസ്റ്റ്മാൻ വരുന്നു. പിന്നെ ചെറി ഔദിനെ വിശേഷിപ്പിച്ചു. ഓക്കെ ആണല്ലോ. 1937 ഡാഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞു. ഏതാ? ബർമയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ബർമയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ അവസാന വൈസ്രോയ് ആരായിരുന്നു? ഇന്ത്യയിലെ അവസാന വൈസ്രോയ് ആരാ? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് അവസാന വൈസ്രോയ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? അതും ആരാ? മൗണ്ട് ബാറ്റൺ ആണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ C രാജഗോപാലാചാരിയുമാണ്. അല്ലെ? ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു? രാജഗോപാലാചാരി. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ. എന്നാൽ ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ രാജഗോപാലാചാരി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ ആദ്യത്തെ വൈസ്രോയ് ആരാ? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ആരാ? മൗണ്ട് ബാറ്റൺ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൺ. ഇനി സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? മൗണ്ട് ബാറ്റൺ. ഇനി ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാ? രാജഗോപാലാചാരി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഗ്രൂപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, അതെങ്ങനെ ഇഷ്ടപ്പെട്ട ജോയിൻ ചെയ്യുന്നത്? ക്ലാസ് ഇഷ്ടപ്പെട്ട ജോയിൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ക്യൂസ് ഉണ്ട്. ഇനി ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിച്ചു. അല്ലെ? പ്രത്യേക നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടത് ഏതായിരുന്നു? മോണ്ടേഗു ചെംസ്ഫോർഡ് ആയിരുന്നു. അല്ല, മിന്റോ മോർലെ ഭരണപരിഷ്കാരമായിരുന്നു. മിന്റോ മോർലെ 1909. ഇനി മോണ്ടേഗു ചെംസ്ഫോർഡ് ആണെങ്കിൽ 1919. പ്രത്യേക നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടത് 1909 ആക്ട് ആണ്. ഓക്കെ, പ്രത്യേക നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടത് 1909 എന്നാൽ മോണ്ടേഗു ചെംസ്ഫോർഡ് ആണ് 1919. പോസ് ചെയ്ത് പഠിക്കണേ. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആരായിരുന്നു? അവസാനത്തേത് മൗണ്ട് ബാറ്റൺ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ.
സ്വതന്ത്ര ഇന്ത്യയിലത്തെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? രാജഗോപാലാചാരി. ഓക്കെ. അടുത്ത ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ്? മെക്കാളെ പ്രഭു. മക്കളെ പീനൽ നിയമങ്ങൾ പഠിപ്പിക്കണം, നിയമങ്ങൾ ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടത് മെക്കാളെ പ്രഭു. IPCയുമായി ബന്ധപ്പെട്ടത് മെക്കാളെ പ്രഭു അല്ലെ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ശുപാർശ പ്രകാരമാണ്? മെക്കാളെ പ്രഭുവിന്റെ ശുപാർശ പ്രകാരമാണ്. ഇനി അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയ ഇന്ത്യക്കാരനാര്? സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ഗവർണർ ജനറലും ചോദിച്ച ആരാ? സി രാജഗോപാലാചാരിയാണ് അല്ലെ. സി രാജഗോപാലാചാരി. ഇനി അടുത്തത് റെഗുലേറ്റിംഗ് ആക്ട് വർഷം ഏതാ? 1773 റെഗുലേറ്റിംഗ് ആക്ട്. വാറൻ ഹേസ്റ്റിംഗ് കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിച്ചു. പിന്നെ റവന്യൂ ബോർഡ് വിഭരണം നിർത്തലാക്കിയതെല്ലാം വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കൂടുതൽ അധികാരം ലഭിച്ചത് ഏത് ആക്ട് പ്രകാരം? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അല്ലെ. മറക്കല്ലേ. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധപ്പെടാത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭുവ അല്ലെ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവ അല്ലെ. ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത്, ഇൽബർട്ട് ബിൽ ആരായിരുന്നു അവതരിപ്പിച്ചത്? അതിനെ തുടർന്ന് രാജിവെച്ച് നമ്മൾ പഠിച്ചില്ലേ. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴും കാനിങ് പ്രഭു ആണ്. ഓക്കെ. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? only 3 ആണ് അല്ലെ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാ? ഡൽഹൌസി. പിൻവലിച്ചത് ആരാ? കാനിങ് പ്രഭു. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞപ്പോൾ 1858. റിപ്പീറ്റ് ആണല്ലോ. ഇനി റെഗുലേറ്റിംഗ് ആക്ട് മാച്ച് ദ ഫോളോയിങ് ആണെന്ന് തോന്നുന്നു. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. അപ്പൊ 1D ഉള്ളത് നോക്കാം. ഇതുണ്ട്, ഇതുണ്ട്. അപ്പൊ ബാക്കി 2 ഓപ്ഷനും പോയി. ശരി. പിന്നെ അടുത്തത് സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. സഹായം കിട്ടും റിച്ച് ആണെങ്കിൽ, റിച്ചാർഡ് വെല്ലസ്ലി. അപ്പം 2, 3 വരുന്നത്. അതായത് ഇതാണ് കഴിഞ്ഞല്ലോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മേയോ. ഓക്കെ. ഓഗസ്റ്റ് ഓഫർ വന്നാൽ നമ്മൾ അപ്പോൾ ഓടിപ്പോകും, അല്ലെങ്കിൽ ഓഫർ വേണ്ട ഓടിപ്പോ. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഗസ്റ്റ് ഓഫറും ഒക്കെ ആരായിരുന്നു? ലിൻലിത്ഗോയുടെ സമയത്തായിരുന്നു. അപ്പൊ ഇവിടെ പഠിച്ചു വയ്ക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് മേയോ പ്രഭു. ഹുക്ക വഹാബി മൂവ്മെന്റ് മേയോ പ്രഭു. ജയിൽ സന്ദർശനത്തിൽ കൊല്ലപ്പെട്ട മേയോ പ്രഭു. ഇനി അടുത്ത ഗവർണർ ജനറൽ ഹു ബോർഡ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. സർവീസിൽ കയറുമോ നിങ്ങൾ? യെസ് ഐ ക്യാൻ. കാനിങ് പ്രഭു. ബഡ്ജറ്റ് സെറ്റ് ആവോ? ബഡ്ജറ്റും സെറ്റ് ആവും. ഓക്കെ. ബഡ്ജറ്റും കൊണ്ടുവന്നത് കാനിങ് പ്രഭുവാണ്. ഫസ്റ്റ് വൈസ്രോയും കാനിങ് പ്രഭുവാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് വഹാബി ആൻഡ് കുക്ക മൂവ്മെന്റ് ആരുടെ സമയത്തായിരുന്നു? ഇനി തായോ, കുക്കി എടുത്ത് ഇനി തായോ, മേയോ പ്രഭുവാണ്. ഈ മേയോന്റെ ഇപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ട് വെച്ചത് എന്താ? അഗ്രികൾച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്. ഓക്കെ. അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് കിട്ടി. അഗ്രികൾച്ചറിൽ ഭയങ്കര മായമാണ് ഇപ്പൊ ചേർക്കുന്നത് അല്ലെ. കൊമേഴ്ഷ്യൽ ഫീൽഡിൽ അഗ്രികൾച്ചറിൽ ഭയങ്കര മായമാണ് ചേർക്കുന്നത്. അഗ്രികൾച്ചർ ഫീൽഡ് മായോ. ഓക്കെ. മായോ പണ്ട് പറഞ്ഞതാ, ഇപ്പൊ മറന്നുപോയി. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം 1878 വെർനാക്കുലർ പ്രസ് ആക്ട്. പിന്നെ ആംസ് ആക്ടും കൊണ്ടുവന്നത് ആരായിരുന്നു? ലിട്ടൺ പ്രഭു ആയിരുന്നു അല്ലെ. മറക്കല്ലേ, ലിട്ടൺ പ്രഭു ആയിരുന്നു. ആംസ് ആക്ടും പിന്നെ പ്രസ് ആക്ടും കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു ആയിരുന്നേ. മെക്കാളെ പ്രഭു ഓർമ്മയുണ്ടോ? IPC മെക്കാളെ പ്രഭു. പിന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത ആരാ? മെക്കാളെ പ്രഭു ആണ്. ബെന്റിക്ക് നടപ്പിലാക്കിയെങ്കിലും ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭു ആണ്. ഓക്കെ. പിന്നെ അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ? സ്വതന്ത്ര ഇന്ത്യയിലത്തെ ആദ്യത്തെ ഗവർണർ ജനറൽ ചോദിച്ചാൽ മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിച്ചാലും ആരാ? സി രാജഗോപാലാചാരി. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാസ്റ്റ് വൈസ്രോ എന്ന് ചോദിച്ചാലും ആരാ? മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ സൂപ്പർ ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയോ? നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സ്ഥിരമായിട്ട് വരിക. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കോൺഗ്രസിന് സമാധാനപരമായ അന്ത്യമാണ്, പതനമാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രാഗി അല്ലെ. കോൺഗ്രസിന് സമാധാനമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രാഗി കേഴ്സ് ചെയ്തത് ആരാണ്? കേഴ്സൺ പ്രഭുവാണെന്ന് മറക്കരുത് അല്ലെ. എന്നാൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഡഫ്രിൻ പ്രഭു. INC സ്ഥാപിതമായപ്പോൾ വൈസ്രോയ് ആരാ? ഡഫ്രിൻ പ്രഭു. കോൺഗ്രസിന് സമാധാനപരമായ അന്ത്യമാണ് ലക്ഷ്യം എന്ന് പ്രാഗി ആരാ? കേഴ്സൺ പ്രഭുവാണ്. ഓക്കെ അല്ലേ. അപ്പോ നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ആയി കേട്ടോ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയ 2024 ചോദിച്ചു, അതാ ഡൽഹൌസി പ്രഭുവാണ് പറഞ്ഞത്. പിന്നെ പോസ്റ്റൽ സർവീസ് ആരാ? ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. കോൺവാലിസ് പ്രഭു ആണെങ്കിലോ 1793 പെർമനന്റ് സെറ്റിൽമെന്റ് ജമീന്ദാരി സിസ്റ്റം. വെല്ലസ്ലി ആണെങ്കിൽ 1798 സബ്സിഡറി അലയൻസും ആണ്. ഓക്കെ ശരി. പിന്നെ അടുത്തത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏതാണ്? ബംഗാൾ പ്രവിശ്യ വിഭജിക്കാൻ ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. അപ്പൊ ഇത് 1 ശരി. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശമുള്ളതായിരുന്നു. ശരിയല്ലേ. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാൻ ശ്രമമാണ്, അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ലേ? അത് തെറ്റാണ് അല്ലെ. 3 തെറ്റാണ്. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അവർ കണ്ടു മതപരമായി വിഭജിക്കുവാണ് ഇന്ത്യ എന്ന്.
ഇനി അടുത്തത് സതി സമ്പ്രദായം 1829 നിർത്തലാക്കി. പേർഷ്യ മാറ്റി ഇംഗ്ലീഷ് ഭാഷയാക്കി. ഇതൊക്കെ ആരാ? വില്യം ബെന്റിക് പ്രഭുവാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ബംഗാൾ ധിഭരണം നിർത്തലാക്കിയത് ആരാ? ധിഭരണം റവന്യൂവിന് വേണ്ടി അടിയുവാണ് ധിഭരണമായതുകൊണ്ട്. അത് ആരായിരുന്നു? കണ്ടുപിടിക്കുന്നില്ല അല്ലേ? എനിക്കും അങ്ങനെ. അപ്പൊ അത് നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അടുത്തത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ്? റവന്യൂ ആരുടെയാ? റവന്യൂവിന് വേണ്ടി എന്തായിരുന്നു? വാറാണ് വാറൻ ഹേസ്റ്റിംഗ്. കൽക്കട്ട സുപ്രീം കോടതി വാറൻ ഹേസ്റ്റിംഗ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആണ്. 1773 സുപ്രീം കോടതി സ്ഥാപിതമായി. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ് ആണ്. വില്യം ബെന്റിക് ആണെങ്കിൽ 1829 സതി നിർത്തലാക്കി. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നേ. സതി നിർത്തലാക്കി, പിന്നെ ശിശുഹത്യ, ഇതൊക്കെ വില്യം ബെന്റിക് ആണ് കേട്ടോ. ശരി, അത് മതി. പിന്നെ ഡൽഹൌസിയുടെ ആണെങ്കിൽ എന്താ? പോസ്റ്റൽ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഹൗസിന്റെ ചെറി, ഹൗദിനെ ചെറി എന്ന് പറഞ്ഞു. ഇതൊക്കെ ഡൽഹൌസിയുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് വസ്തുതകൾ നോക്കണം. എന്തൊക്കെയാ? ഇത് മൊത്തം ശരിയാണ്. ഡ്യുവൽ ഗവൺമെന്റ് അല്ലെ, ധിഭരണം അത് നിർത്തലാക്കിയത്, ബംഗാളിലെ നിർത്തലാക്കിയത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. അപ്പം ഡ്യുവൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനം ബ്രിട്ടീഷുകാരെ ആദ്യം കൂട്ടുകെട്ടോ. ഓക്കെ. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 74 സർ എലീജ ഇംപെ, നമ്മൾ പറഞ്ഞില്ല 73 ആക്ട് പ്രകാരം 74 കൽക്കട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാ? എലീജ ഇംപെ അല്ലെ. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ഇത് നമ്മൾ പഠിച്ചതാ. 1813 ചാർട്ടർ ആക്ട് 13, പിന്നെ 33, പിന്നെ 53. ഇത്ര സെറ്റ് അല്ലേ? ഇത് 4 ശരിയാണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി 2023 ചോദ്യമായത്. പക്ഷെ അത് നമുക്കിപ്പോൾ എളുപ്പമായില്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ടോപ്പിക് സെറ്റ്. ഇതേപോലെ എല്ലാ ടോപ്പിക്സ് ഞാൻ മാരത്തോൺ എടുത്തു തരാം. നിങ്ങൾ ഫുള്ള് കണ്ട് തീർക്കണം. അതേപോലെ നമ്മുടെ ഫുൾ ക്ലാസ് കാണുക. ഫ്രീ ആയിട്ട് റാങ്ക് അടിക്കാം കേട്ടോ. ഇനി പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ ആത്മാർത്ഥം കൊടുക്കത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന അവസരം കളയല്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് വാറൻ അല്ലെ? 1857 കലാപത്തിന് കേന്ദ്രമായിരുന്ന ആവതിനെ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി, അത് ഡൽഹൌസി പ്രഭു 2023. ഇനി 1880 പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ജോൺ സ്ട്രാച്ചി. ഓക്കെ. അടുത്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു. നമ്മൾ പറഞ്ഞല്ലേ അത്? കാനിങ് പ്രഭു ആണല്ലോ. അതേപോലെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുമ്പോഴൊക്കെ കാനിങ് പ്രഭുവാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ കാനിങ് പ്രഭുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ബന്ധപ്പെടാത്തത് നമ്മൾ ചെയ്തതല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിരുന്നു. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചു. ഇൽബർട്ട് ബില്ല് അവതരിപ്പിച്ചത് ഇദ്ദേഹം അല്ല, അത് റിപ്പൺ പ്രഭു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെച്ചു. അപ്പൊ 3 മാത്രം അല്ലെ ചെയ്തതാ. അതായത് ലോകത്തെ എവിടൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരും. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരായിരുന്നു? 1878 ആരാ? ലിറ്റൻ പ്രഭു. ആംസ് ആക്ടും പത്രഭാഷാ നിയമവും അല്ലെ. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഹണ്ടർ വിദ്യാഭ്യാസം ആരായിരുന്നു? റിപ്പൺ പ്രഭു ആയിരുന്നു അല്ലെ. ഇനി തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? എന്താ? 1, 2, 4 ശരിയാണ്. വായിച്ചു. 1, 2, 4 ശരി. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞു. പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത തകർന്നു അല്ലെ. പിന്നെ അടുത്തത് 4-മത്തത് സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. അപ്പൊ ആ സമയത്ത് രാജ്യങ്ങളിലൊക്കെയുള്ള ഗ്ലോബലൈസേഷനും ഒക്കെ ഒരു അതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ 1, 2, 4 ശരിയാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആണ്. നോക്കിക്കേ, ലിറ്റന്റെയും കേഴ്സന്റെയും പുരോഗമനപരമായ ഭരണ നയങ്ങളാണ്. അപ്പോഴേ മനസ്സിലായല്ലോ പൊട്ട തെറ്റാണ് എന്നുള്ളത്. 3 ക്യാൻസൽ ചെയ്ത് അപ്പോഴേ കളയാൻ പറ്റും. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം എപ്പോഴാണ്? 1911 കേട്ടോ. അത് മാറ്റിയ സമയത്തെ വൈസ്രോയ് ആരാ? ആ വർഷവുമായി ബന്ധപ്പെട്ടൊരു വൈസ്രോയ് ആലോചിച്ച് നോക്ക്. ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആയിരുന്നു. ശരിയാ. 1928 വന്നു. ആ സമയത്ത് ഇർവിൻ പ്രഭു ആയിരുന്നു. 1927 നവംബറിൽ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്. 28 ഇന്ത്യ വന്നു. എല്ലാ അംഗങ്ങളും യൂറോപ്യന്മാരായിരുന്നു. അതുകൊണ്ട് വൈറ്റ് മാൻ കമ്മീഷൻ എന്നറിയപ്പെട്ടു അല്ലെ. അതുകൊണ്ടാണ് ലാൽ ലജ്പത് റായ് ഇതിനെ എതിർത്തത്. കമ്മീഷനെതിരെ പ്രതിഷേധിച്ച് ലാത്തി ചാർജിൽ നിന്ന് മരിച്ചതാരാണ്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലല്ല. അപ്പൊ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ളത് ഡി ആണ് അല്ലെ. ഇനി ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായിയുടെ മരണം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ടത്. 27 നിയമിച്ചു. 28 ഇന്ത്യ വന്നു. ആ സമയത്ത് ഇർവിൻ പ്രഭു ആയിരുന്നു അല്ലെ. 28 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഉള്ള വൈസ്രോയ് ആരായിരുന്നു? വന്നപ്പോ ഇരിക്കാൻ പറഞ്ഞു ഇർവിൻ പ്രഭു. 1ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 അല്ലെ. പിന്നെ ദിവാലി പ്രഖ്യാപനവും ഇർവിൻ പ്രഭു ആയിരുന്നു. ഓക്കെ. ഇനി പിൻതീതി വെച്ച് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിച്ചപ്പോൾ എന്തിനെയായിരുന്നു? ക്രിപ്സ് മിഷനെ ആയിരുന്നു അല്ലെ. ക്രിപ്സ് മിഷനെ ആയിരുന്നു. അതേപോലെ നിങ്ങൾ ഓർത്തോണേ, ഓഗസ്റ്റ് ഓഫർ ആരുമായി ബന്ധപ്പെട്ടത്? ഓഗസ്റ്റ് ഓഫർ
ലിൻ ലിത്തുഗോ. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരവും ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു? ലിൻ ലിത്തുഗോ. ആ സമയത്ത് വൈസ്രോയ് ലിൻ ലിത്തുഗോ ആയിരുന്നു. ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് പോയത്. മറക്കരുത് കേട്ടോ, ക്രിപ്സ് മിഷന്റെ പരാജയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് പോയത്. ക്രിപ്സ് മിഷൻ 1942 ഓഗസ്റ്റ് ഓഫ് 1940. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? ക്ലെമന്റ് ആറ്റ്ലി ആണ് അല്ലെ, ക്ലെമന്റ് ആറ്റ്ലി. ഇൻകുലാബ് സിന്ദാബാദ് ആരാ? മുഹമ്മദ് ഇക്ബാൽ ആണ്. പ്രത്യേക രാഷ്ട്രവാദം മുഹമ്മദ് ഇക്ബാലിന്റെ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരാ? റാറ്റ്ക്ലിഫും ആണ്. അപ്പൊ ഓക്കെ, നമ്മുടെ കണ്ടന്റ്സ് ഫുള്ള് കഴിഞ്ഞു, ഫുൾ റിവിഷനും കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഗവർണർ ജനറൽ വൈസ്രോയ് ക്ലാസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടി കാണത്തില്ല ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുക. മോസ്റ്റ് പ്രോബബ്ലി കാണത്തില്ല, കാരണം നിങ്ങൾ ഇപ്പൊ കംപ്ലീറ്റ് ആയി പക്കായിട്ടാണ് ഇറങ്ങുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ 10:30 ക്വിസിന് ഗ്രൂപ്പിൽ എത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ പോട്ടെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ഏത് ടോപ്പിക് വേണമെന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. എന്താ ബനാറസ്, ഇത് തീരുന്നില്ലേ അല്ലേ? എത്ര ചോദിച്ചാലും ഇതിന്റെ അർത്ഥം നമ്മൾ കണ്ടിട്ടുള്ളതേ വരത്തുള്ളൂ എന്നാണ്. ഓക്കെ അല്ലേ? ബനാറസ് ഒക്കെ ആരാ? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇതേപോലെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ, റവന്യൂ ബോർഡ്, റവന്യൂവിന് വേണ്ടി വാറാണ് അല്ലേ? ഇതും വാറൻ ഹേസ്റ്റിംഗ്, ഇതും വാറൻ ഹേസ്റ്റിംഗ്. അതായത് ഇനി എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്താലും നമ്മൾ കണ്ടതേ വരത്തുള്ളൂ, എത്ര തീർന്നാലും തീർന്നില്ലല്ലോ. അപ്പൊ ബൈ ബൈ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.